അറ്റത്ത് പോ, അറ്റത്ത് പറ്റും. യെസ്, വേണമെങ്കിൽ ഇവര് ഇരുന്ന പോലെ ഇരിക്കാം കേട്ടോ. നല്ല മുഞ്ചിൽ ഇരുന്നിട്ടുണ്ട് ഇവരല്ലേ. സിറ്റ് ഔട്ട്. ബാക്കി എല്ലാവരും ഇരിക്കേ. ശരി ശരി. ഫസ്റ്റ് ആര് എറിയുന്നേ? നീയാണോ? ആ മോനാണ് കൈപോക്കിയത് കേട്ടാ. മോൻ 5 പോയിന്റ് കേട്ടാ. മോനെ ടീം ഏത്? ടീം ഡോഗ്. നിങ്ങൾക്ക് 50 പോയിന്റ് കേട്ടാ. ഓനെ കൊണ്ട് കിട്ടിയത് നോ. ഇപ്പൊ 50, നേരത്തെ 50. അപ്പൊ ടോട്ടൽ എത്രയായി? ഇപ്പൊ 50 എങ്ങനെ കിട്ടിയത്? ആ, എന്തുകൊണ്ട് ഓനാണ് കിട്ടിയത്? ആ, ഫസ്റ്റ് ഞാൻ റെഡി, ലീഡർ, കരുത്തൻ, ഞാൻ പഠിക്കാൻ റെഡി. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ അടുത്ത പരീക്ഷയിൽ ഞാൻ മാർക്ക് എടുക്കും, ഞാൻ റെഡി അമ്മേ. ഞാൻ ഇത് ഇപ്പൊ തുടങ്ങുന്നു പഠിക്കാൻ. ഞാൻ വെറുതെ പറയുന്നല്ല, ഇതുവരെ പറഞ്ഞ പോലെ അല്ല. രാവിലെ എണീക്കാൻ പറയുമ്പോൾ ഞാൻ എണീക്കും, രാവിലെ ഉറങ്ങാൻ പറയുമ്പോൾ ഞാൻ ഉറങ്ങും, രാത്രി ഉറങ്ങാൻ പറയുമ്പോൾ ഞാൻ ഉറങ്ങും, നല്ല ഭക്ഷണമേ ഞാൻ കഴിക്കും. അമ്മ ഞാൻ റെഡി, നിങ്ങൾ നോക്കിക്കോ, ഈ പരീക്ഷയുടെ മാർക്ക് നിങ്ങൾ ടെൻഷൻ ആക്കണ്ട. കറക്റ്റ്? എന്നിട്ട് അടുത്ത പരീക്ഷ അവരെ ഉറങ്ങുന്നേ. പോയില്ലേ? അതാ ലീഡർ? അല്ല, ലീഡർ എന്താക്കും? രാവിലെ എണീക്കും. അതല്ലേ ശരി, നല്ല ചെയ്യുന്ന അറിയാം. ആ, അമ്മയോട് പറഞ്ഞ വാക്ക് അതാണ്. അമ്മയോട് പറഞ്ഞ വാക്ക് പാലിക്കും. ചില മക്കളില്ലേ അമ്മയോട് ചൂടാന്ന് രാവിലെ തന്നെ ഉണ്ടിപ്പാ. ചായരല്ല, രാവിലെ ഉറങ്ങി എണീക്കാൻ വിളിക്കുമ്പോ എല്ലാ വീട്ടിലും ഉണ്ട്. കുറെ വീട്ടിലെല്ലാം ഉണ്ട് ഇല്ലേ? പെണ്ണുള്ളറായാലും ഉണ്ട്, ആണുള്ളറായാലും ഉണ്ട്. എനിക്ക് മക്കളെ, എനിക്കമ്മേ പ്രാന്ത്. ആ, രണ്ടാമത് വിളിക്കുന്നത് എനിക്ക് അമ്മ കളിക്കുന്നത്, കുറച്ച് ഉറങ്ങിക്കോട്ടല്ലോ. എടാ, യുവതേരയിൽ ക്ലബിൽ ഇന്ന് പരിപാടിയിൽ എനിക്ക് പ്രാന്ത്, ഞാൻ പോയിക്കോളാം. സമയം 10 മണിക്കല്ലേ, 9 മണിക്ക് എണിച്ചാ പോരെ. അത് മോശം. രാവിലെ എനിക്ക് നിങ്ങൾ സ്റ്റുഡന്റ് അല്ലേ, പ്രാന്ത്. സ്റ്റുഡന്റ് അങ്ങനത്തെ മാർക്കൊന്നും ഇല്ലേ? അപ്പൊ പിന്നെയും പറയും എണിക്കുമ്പോളെ പഠിക്കുമ്പോളെ പരീക്ഷയില് ഇനി പറഞ്ഞാൽ ഞാൻ ചാവ് പറഞ്ഞു. ചില പിള്ളേർ പറയും ഇനി നല്ലോണം പറഞ്ഞാലില്ല, നൊട്ടാൾക്കാൽ ഞാൻ നാട് വിടും. നല്ല വാക്കാ അത്? നല്ല വാക്കാ? അമ്മയാണ് നമ്മുടെ കൈയിരിക്കടാ, അമ്മയാണ് നമ്മുടെ ദൈവം. നിങ്ങൾക്ക് കിട്ടിയ താരങ്ങൾ കേട്ടാ അല്ലേ? ക്ലബിന് കിട്ടിയ താരങ്ങൾ ശരിക്കും അറിയാ. എന്നിട്ടാന്ന് സ്കൂളിൽ നിന്ന് പോയിട്ട് നമ്മളെ ഡ്രസ്സെല്ലാം വലിച്ചെറിഞ്ഞിട്ട് ഷൂ ഒരു ഭാഗത്ത് എറിയും, ചെരുപ്പ് ഒരു ഭാഗത്ത് എറിയും. പെണ്ണുള്ളവരുണ്ട്, ആണുള്ളവരുണ്ട്. അപ്പം ഞാൻ 4ാം ക്ലാസ്സിലെ കുഞ്ഞോളോട് വരെ പറയല്, നിങ്ങൾ ഇട്ട ഡ്രസ്സ് മീൻസ് അണ്ടർ ഡ്രസ്സെങ്കിലും നിങ്ങൾ അലക്കണം, സോക്സ് നിങ്ങൾ അലക്കണം, ഷൂ നിങ്ങൾ തോർത്തണം, ചെരുപ്പ് നിങ്ങൾ തന്നെ തോർത്തണം. നല്ല കാര്യമല്ലേ? ഇതെല്ലാം ചെയ്യാത്ത പിള്ളേരില്ലേ? ഉണ്ടിപ്പാ. അടുക്കളയിൽ കുറച്ച് പണിയെടുക്കണം പറയല്ലേ? അമ്മക്ക് എത്ര ഹാപ്പി ആവൂല്ലേ? ആ, തേങ്ങ വിൽക്കണം പറ്റുമെങ്കിൽ. തേങ്ങ ചേരണം, കുറച്ച് ചേരണ്ടേ? ദോശ ചുടാനൊന്നും ആയിട്ടാ. അമ്മക്ക് കഴിയാതെ വന്നാ നമ്മളാണ് സഹായിക്കേണ്ടത്. അമ്മ അച്ഛൻ ഹോസ്പിറ്റലിൽ സുഖമില്ലാതെ കിടന്നാൽ പൈസ ഇരിക്കട്ട്, നീ ആത്തുകൊണ്ട ഇഷ്ടല്ല. നമ്മ എവിടെ പോയിട്ട് ആശുപത്രി പോയിട്ട് സഹായിക്കണം. അനക്ക് പഠിക്കാനുണ്ട്, ഞാൻ വരുന്നില്ലല്ലോ അമ്മയെന്ന് പറഞ്ഞിട്ട് അമ്മേനൊക്കെ നോക്കിട്ട് വരില്ല. അന്ന് നിങ്ങൾ ലീവ് ആക്കണം. അന്ന് പരീക്ഷരല്ല. ആ മോനെ പരീക്ഷ ചെയ്തായിരിക്കാൻ, അത് മനസ്സിലായി. +2 കുട്ടികൾക്ക് മനസ്സിലാന്ന. അച്ഛനമ്മക്ക് സുഖമില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കിടക്കേണ്ട ഉത്തരവാദിത്തം, ചികിത്സിക്കേണ്ട ഉത്തരവാദിത്തം നമുക്കാണ്. അത് നമ്മളെ എളപ്പം മറ്റു മുത്തപ്പനെ മക്കളെ നേൽപ്പിച്ചോളാം. യെസ്, കറക്റ്റ്. പിടിയിട്ടാ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായ? അന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? അന്ന് ലീവാക്കണം. അന്ന് അമ്മയ്ക്ക് അച്ഛന് വേണ്ടിയിട്ട് നിങ്ങൾ ലീവാക്കണം. അച്ഛനമ്മയും പറയും ലീവാക്കണ്ട, പോട് സാരില്ല. അമ്മ ഒരു ദിവസം അമ്മയ്ക്ക് വേണ്ടി നിന്നാൽ എനിക്ക് പഠനം കൂടെയുള്ളൂ. കറക്റ്റ്? എന്നിട്ട് നിങ്ങൾ ആ ലീവിന് എന്താക്കണം അറിയോ?
അമ്മയ്ക്ക് അച്ഛന് അസുഖം വരാതിരിക്കട്ടെ, പ്രാർത്ഥിക്കണം. അല്ലേ ശരി തന്നെ? ആ ലീവ് എങ്ങനെ കവർ ചെയ്യണമെന്ന് അറിയോ? ആ ലീവ് പഠിച്ചിട്ട് കവർ ചെയ്യണം. അനാവശ്യമായിട്ട് കുറെ ലീവ് ആക്കുന്നില്ലേ നമ്മ? മംഗലത്തിന്, ചാവിന്, ഉത്സവത്തിന്, അപ്പുറത്തെ തെയ്യത്തിന്, ഇപ്പുറത്തെ തെയ്യത്തിന്, ഇല്ലേ? അതിന്ന് കട്ട് ചെയ്തിട്ട് അന്ന് നിങ്ങൾ സ്കൂളിൽ പോകണം. അമ്മക്ക് വേണ്ടി ചികിത്സക്ക് ലീവ് ആക്കണം. യെസ്, എന്റെ ഒരു പുതിയ എത്തിക്സാണ്. ഞാൻ ക്ലാസ്സിൽ പറഞ്ഞ പോയിന്റ് ആണ്. അമ്മയ്ക്ക് അച്ഛന് സുഖം ഇല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കിടക്കുന്നത് നിങ്ങളായിക്കണം എല്ലാം നോക്കി നടത്തേണ്ടത്. അപ്പൊ നിങ്ങൾ നല്ലൊരു ശീലം പഠിക്കും. ആർ യു റെഡി? എത്ര പേർ റെഡി ഉണ്ട്? വെറുതെ പറയണ്ട. ഇനി അമ്മയ്ക്ക് അച്ഛന് സുഖമില്ലാതായാലും അമ്മയുടെ അച്ഛൻ്റെ കാര്യം ഞാൻ നോക്കും. ഒരു പുത്രധർമ്മം, പുത്രിധർമ്മം അല്ലേ? ഉത്തരവാദിത്തല്ലേ? അത് ശീലിച്ചാൽ നിങ്ങൾ നല്ല മക്കളാവും ഭാവിയിൽ. യെസ്, കൈതാക്ക്. കറക്റ്റ്. പഠിക്കേണ്ട സമയത്ത് അല്ലാതെ അമ്മയോട് ദേഷ്യപ്പെടുക. അംബാപുരത്തെ യുവതാരയിലെ ഒരു കുഞ്ഞു പോലും അമ്മയുടെ മുഖം നോക്കിയിട്ട് ദേഷ്യപ്പെടാൻ പാടില്ല, അച്ഛനോട് നോക്കിയിട്ട് ദേഷ്യപ്പെടാൻ പാടില്ല. അത് അവർക്ക് സഹിക്കില്ല മക്കളെ. സഹിക്കോ? നാളെ നമ്മൾ അച്ഛനും അമ്മയെല്ലാം ആവുന്നതല്ലേ? അല്ലേ? നിങ്ങൾ അമ്മേനെ നോക്കിയിട്ട് ഭ്രാന്ത് ഈ അമ്മക്ക് എന്ന് പറയാൻ പാടില്ല. അച്ഛനെ നോക്കിയിട്ട് ഭ്രാന്ത് നിങ്ങൾക്ക്, നിങ്ങൾ എന്നെ നേരെ നോക്കുന്നില്ല, നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നില്ല എന്നൊന്നും പറയാൻ പാടില്ല. ക്ലിയർ? നിങ്ങൾ വെച്ച കറി പാങ്ങില്ല എന്ന് പറഞ്ഞൂടാ, നിങ്ങൾ ഉണ്ടാക്കിയ അപ്പം പാങ്ങില്ല എന്ന് പറഞ്ഞൂടാ, നിങ്ങൾ നല്ല ഡ്രസ്സ് എനിക്ക് വാങ്ങി തരുന്നില്ലല്ലോ പറഞ്ഞിട്ട് കരയാൻ പാടില്ല. നിങ്ങളോട് ഇഷ്ടമില്ലാത്ത അമ്മ അച്ഛനുണ്ടാ? എല്ലാ അച്ഛനമ്മയ്ക്കും നിങ്ങളോട് ഇഷ്ടമല്ലേ? ഇഷ്ടമല്ലേ നിങ്ങളെ അമ്മയ്ക്ക്? അല്ലേ? ഉറപ്പല്ലേ? നിങ്ങൾക്ക് വേണ്ടിട്ടല്ലേ കഷ്ടപ്പെടുന്നേ? ആ അച്ഛനോട് അമ്മയോടും മുഖം നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ ദേഷ്യപ്പെടാൻ തോന്നേ? എൻ്റെ അച്ഛന് 86 വയസ്സായി, അച്ഛൻ ഇപ്പൊ കിടപ്പിലാണ്, വീട്ടിലുണ്ട്. ഞാൻ അച്ഛനോട് അമ്മയോട് ദേഷ്യപ്പെടലൊന്നുമില്ല. എനിക്കറിയാൻ പാടില്ല. ചിലപ്പോൾ ദേഷ്യം വരുന്ന വിഷയം വരും അല്ലേ? ചിലപ്പോൾ വരും അല്ലേ? ചിലപ്പോൾ അമ്മ പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാം. അപ്പൊ ദേഷ്യം തോന്നും. ക്ഷമയോടെ തല താത്തിക്കുക അങ്ങനെ. ദേഷ്യപ്പെട്ടാൽ എല്ലാം പോയില്ലേ? പോയാ? നമ്മ അച്ഛനമ്മേനെ നിസ്സാരായിട്ട് കാണരുത്. നിങ്ങൾ അവരെ സൗന്ദര്യം നോക്കിട്ടാ സ്നേഹിക്കുന്നേ? അവരുടെ കെയർ, സ്നേഹം, സത്യല്ലേ? അവരല്ലേ സംരക്ഷിച്ചത്? യെസ്. ഇത്രമാത്രം പൊന്നുപോലെ സ്നേഹിച്ച് വളർത്തിയിട്ട് ഇടയ്ക്ക് നിങ്ങൾ പ്രശ്നം വരുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ദേഷ്യപ്പെടാൻ തോന്നേ? നാളെ അമ്മേനെ വേണ്ടേ? എനിക്ക് നിങ്ങളെ വേണ്ട അറിഞ്ഞിട്ട് അടുത്ത വീട്ടിലേക്ക് കുമ്പാട്ടിനെ സ്നേഹിക്കാൻ പറ്റുമോ? എൻ്റെ അമ്മ ശരിയില്ല കുമ്പാട്ടി, നിങ്ങൾ ഇന്ന് മുതൽ എൻ്റെ അമ്മ എന്ന് പറയാൻ പറ്റുമോ? എൻ്റെ അച്ഛൻ എന്തോ ശരിയില്ല, കൃഷ്ണട്ടാ നിങ്ങൾ എൻ്റെ അച്ഛനാകുമെന്ന് പറയാൻ പറ്റുമോ? അമ്മയല്ലേ, സ്വന്തം അമ്മ. അത് നമുക്ക് ഏടുന്ന് കിട്ടൂല. കിട്ടുവോ? ഓടി കൊടുത്താൽ കിട്ടുവോടാ അമ്മേന? അച്ഛനെ കിട്ടുവോ? ഇത് ഈ ക്ലബിലെ കരുത്തരായ +2 വരെ പഠിക്കുന്ന കുട്ടികൾ മനസ്സിലാക്കണം. ആർ യു റെഡി? എന്താ ഒരു ശബ്ദമില്ലാതെ? ആർ യു റെഡി? നിങ്ങളാണ് നിങ്ങളുടെ വീട്ടിലെ വെളിച്ചം. നിങ്ങളല്ലേ വീട്ടിലെ വെളിച്ചം? ഞാൻ പണ്ടൊരു മോട്ടിവേഷൻ ക്ലാസ് കഴിഞ്ഞിട്ടാകുമ്പോൾ ആ ക്ലാസ്സിലുള്ള കുട്ടികളെ എന്ത് അറിയോ? അവരുടെ വീട്ടിൽ ശ്രീ മുത്തപ്പൻ, ശ്രീ വിഷ്ണു, ഈ വീടിൻ്റെ ഐശ്വര്യം നല്ല എഴുതൂലേ? അത് എഴുതിക്കോ. അത് മായ്ക്കണമെന്ന് ഞാൻ പറയില്ല. അത് അവരവരെ ഇഷ്ടം, വിശ്വാസം. 2 പെണ്ണുഞ്ഞ എഴുതിയെന്തേ അറിയോ? പോയിട്ട് ഈ വീടിൻ്റെ ഐശ്വര്യം എൻ്റെ അച്ഛനും അമ്മയെന്ന് സ്കെച്ച് പെന്നോട് എഴുതിയിട്ട് ഒട്ടിച്ചത്. ആ അമ്മ കരഞ്ഞു പോയിരു അന്ന്. ഈ ഭാഗത്ത് നടന്നതാണ്, മാവുങ്കാല് ഭാഗത്ത് നടന്ന ഒരു ക്ലാസ്സിൽ നിന്നുണ്ടായ അനുഭവമാണ്. കറക്റ്റല്ലേ? കൺകണ്ട ദൈവാരി മോൻ പറഞ്ഞ പോലെ ആരാ? അച്ഛനമ്മയല്ലേ? എന്നിട്ട് അമ്മയും അച്ഛനക്ക് ഒരു പ്രാധാന്യം കൊടുക്കൂല. അമ്മ അച്ഛനല്ലേ ആദ്യം പ്രാധാന്യം കൊടുക്കണ്ടേ? എന്നിട്ടായിരിക്കണം കുളിയനും വിഷ്ണുമൂർത്തിക്കും മുത്തപ്പനും എല്ലാം കൊടുക്കേണ്ടത്. അവരെ കാണിച്ചു തന്നത്, മഹാദേവനെ കാണിച്ചു തന്നത്, ശിവനെ കാണിച്ചു തന്നത് അല്ലേ? ലോകനാഥൻ നരഹരി ഭഗവാൻ ആര്? മഹാവിഷ്ണുവിനെ കാണിച്ചു തന്ന ആരാ? അച്ഛനും അമ്മയാണ്. എന്നിട്ട് അച്ഛനും അമ്മനെ പാണ്ടാക്ക്. അതെ, ദൈവത്തിന് മാത്രം മതി. യഥാർത്ഥ ദൈവം ഇവിടെ ഉണ്ട്. അത് കാണുന്നില്ല. അച്ഛനമ്മേനെ കാണുന്നില്ല. അച്ഛനമ്മയെ കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വെക്കുന്നു അല്ലേ? അത് കാണുന്നില്ല. അത് നമുക്ക് വലിയ വിലയൊന്നുമല്ല. യുവധാര ക്ലബിൽ ഒരു കുട്ടി പോലും അമ്മേനെ അച്ഛനെ ഇൻസൾട്ട് ചെയ്യുന്നവരാവരുത്. യെസ്. അങ്ങനെയാണ് അച്ഛനമ്മയ്ക്ക് ഒരു കൈയടി കൊടുത്തത്. നോക്കട്ടെ.
യുവധാരയിലെ ഭാരവാഹികളോട് ഞാൻ പറയാം, ഈ മക്കളെ ഒരിക്കലും ഇവരുടെ അച്ഛനമ്മേനെ വൃദ്ധമന്ദിരത്തിൽ കൊണ്ടാക്കൂല ഭാവിയിൽ. പ്രോമിസ് അല്ലേ? കയ്യടിച്ച് പറയടാ. കേട്ടോ അർജുനെ കേട്ടോ. ഹലോ, ഹായ്, തുടങ്ങാം മത്സരം. വാ, ഫസ്റ്റ് ടീം മോൻ. ഒരു തൊള്ളുള്ളിരി ലവ് കാണാം കേട്ടാ. ആ റെഡി. പോയി അടുത്ത ആള്. പോയി അടുത്ത ആള്. പോയി അടുത്ത ആള്. പോയി. തോറ്റില്ലേ? 4 പേര് തോറ്റില്ലേ? 4 പേരും തോറ്റു. ഇരിക്കും, നിങ്ങളുടെ ടീമിൽ പോയിട്ടിരിക്കും. 4 പേരും കളിയിൽ അല്പം കാര്യം. കളിയിൽ അല്പം ശ്രദ്ധിക്കല്ലോ. കളിയിൽ അല്പം കാര്യം. റെഡി. ഇപ്പൊ എന്ത് തോന്നുന്നു നിങ്ങൾക്ക്? ഇപ്പൊ 4 ആൾ തോറ്റു. ഇനി എന്ത് തോന്നുന്നു? ഇപ്പൊ എന്താ? പറ 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 ഒന്നുകൂടി പറ. ഇങ്ങനല്ലേ നിങ്ങൾ ടീച്ചറോട് അമ്മയോട് അച്ഛനോട് പറഞ്ഞേ? കാക്കൊല്ല പരീക്ഷ കഴിഞ്ഞിട്ട് അമ്മ മാർക്ക് കുറഞ്ഞു. എന്ത് പറഞ്ഞ? ക്രിസ്മസ് പരീക്ഷ കാണിച്ചുതരാം അല്ലേ പറഞ്ഞിട്ടേ അല്ലേ? +2 കുട്ടികൾ അങ്ങനല്ലേ? ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഞാൻ എടുക്കും. എൻ്റെ മോനും പറയലുണ്ട്, ഫിസിക്സിന് മാർക്ക് കുറഞ്ഞിട്ടാ പറഞ്ഞു അടുത്തിൽ കാണിച്ചുതരാം. എന്നിട്ടോ ക്രിസ്മസ് പരീക്ഷയ്ക്ക് കാണിച്ചു കൊടുത്താ? കാണിച്ചു കൊടുത്തിന് മുമ്പത്തേക്കാൾ മാർക്ക് കുറഞ്ഞിട്ട്. എങ്ങനെയാ വേണ്ടത്? നമ്മൾ അനുഭവത്തിൽ നിന്ന് പഠിക്കണ്ടേ? ഒരു ചാൻസ് കഴിഞ്ഞു, രണ്ടാമതൊരു ചാൻസ് നിങ്ങൾക്ക് തരുമ്പോൾ അത് മാക്സിമം ഉപയോഗിക്കണ്ടേ? മക്കളെ, ഭാരയിലുള്ള മക്കള്, അമ്പാപുരത്തെ മക്കള് ഒരു പരീക്ഷയിൽ ലേശം മാർക്ക് കുറഞ്ഞു പറഞ്ഞിട്ട് ക്ഷീണിക്കാൻ പാടില്ല, തളരാൻ പാടില്ല. പക്ഷെ എന്ത് ചെയ്യണം? അടുത്ത കരുതലോടെ കരുത്തോടെ നിക്കണം. നിന്നിട്ട് ആദ്യം എഴുതി കുറെ ടൈത്താനായിക്കൂടാ. നമ്മ കുറെ ടൈത്തലുണ്ടാ ഇല്ല. അടുത്ത പരീക്ഷയിൽ ഈ പരീക്ഷയുടെ മാർക്കിനെക്കാളും എടുത്ത് അധികം മാർക്ക് എടുത്ത് ആർക്ക് കൊടുക്കണം? അച്ഛനമ്മയ്ക്ക് എന്തായി കൊടുക്കണം? സ്നേഹത്തോടെ സമ്മാനമായിട്ട് കൊടുക്കണം. ആരാ പറഞ്ഞത്? മോനെ സൂപ്പർ, 5 മാർക്ക് കേട്ടാ. സമ്മാനായിട്ട് കൊടുക്കണം. ആരോ റെഡി? ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞ ഇപ്പൊ പഠിച്ചോണ്ടില്ലേങ്ങോ? ഇപ്പൊ ഈ സമയം പോയത് വേസ്റ്റ് ആയിട്ട് തോന്നണ്ട. നിങ്ങൾക്ക് അറിവ് കിട്ടി, നിങ്ങൾ പോയിട്ട് പഠിക്കും. ഈ ബുദ്ധിയില്ല പിള്ളേർ എന്ത് ചെയ്യും? പഠിക്കും, പോയിട്ട് പഠിക്കൂലേ? അപ്പൊ അച്ഛനമ്മയ്ക്ക് ഹാപ്പി ആവുക. അച്ഛനമ്മ പറഞ്ഞിട്ട് പഠിക്കണം, പറയാതെ പഠിക്കണം? പറയാതെ പഠിക്കണം, അങ്ങനെ പഠിക്കണം. ഭയങ്കരാന്ന് കറക്റ്റല്ലേ ഞാൻ പറഞ്ഞേ? അച്ഛനമ്മ പറയുന്നേ ഇല്ല, പക്ഷെ നീ നിങ്ങൾ നല്ലോണം പഠിക്കുന്നു. അവര് നിങ്ങളെ കുറിച്ച് അഭിമാനത്തോടെ പറഞ്ഞു നടക്കുന്നു മറ്റുള്ളവരോട്. എന്റെ മോനെ കുറിച്ച് എനിക്ക് ടെൻഷൻ ഇല്ല, എന്റെ മോളെ കുറിച്ച് എനിക്ക് ടെൻഷൻ ഇല്ല. നോക്ക്, അവർ പഠിക്കുന്നു. ഞാൻ പറയേ വേണ്ട അവരോട്. അവർ സ്വമേധയാ പഠിക്കുന്നു, സ്വയം അറിഞ്ഞുകൊണ്ട് പഠിക്കുന്നു. എനിക്ക് ടെൻഷൻ ഇല്ല, എനിക്ക് മനസ്സിൽ ഒരു ഫീലിംഗ് ഇല്ല, പേടിയില്ല. അവർ വഴി തെറ്റൂല. അവർക്ക് ഭയങ്കര ലക്ഷ്യബോധമുണ്ട്. അവർക്ക് പട്ടാളക്കാരിയാവണം, ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം. അതിനു വേണ്ടിയിട്ട് ശ്രമം തുടങ്ങി. 5ാം ക്ലാസ്സിൽ നിന്ന് തുടങ്ങി, 4ാം ക്ലാസ്സിൽ നിന്ന് തുടങ്ങി. ഇല്ലേ? സത്യം അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു ചാൻസ് ഞാൻ കൊടുക്കട്ടാ. നിങ്ങളുടെ ടീമിന് തെറ്റേ? നിങ്ങളുടെ ടീമിന്റെ പേരെന്ത്? ടൈഗർ. നിങ്ങളുടെ ടീമിന്റെ പേര് സെലക്ട് ചെയ്യ്. ചർച്ച ചെയ്ത് ആലോചിച്ച് സെലക്ട് ചെയ്യ്. പോ മോനാടെ പോ. യെസ്. ഹലോ, ആര് ഫസ്റ്റ് എറിയുന്നേ? മിടുക്കൻ. നീ അല്ലേ? പേരെന്ത്? അനുരാഗ്. അമ്പാവരം ചേർക്കുന്നേ തെറ്റില്ല കേട്ടാ, നല്ലതാണ്. ഇപ്പൊ ഞാനൊന്ന് അച്ഛനെ ചേർത്തിട്ട് പേര് വിളിച്ചിട്ടാ.
എനിക്ക് കുറ്റബോധമുണ്ട്, വിഷമമുണ്ട്. ഇനി മാറ്റിയിട്ട് കാര്യമില്ലല്ലോ, കുറേ കാലമായില്ലേ. എൻ്റെ ചില നല്ല നേട്ടങ്ങളെല്ലാം സമയത്ത് അച്ഛൻ്റെ പേര് ചേർത്തിട്ടാ. ഞാൻ ചേർക്കണമായിരുന്നു. അജിത് സി കളനാടെന്നേ അറിയുന്നു ഇപ്പോൾ. എനിക്ക് എവിടുന്നോ ഒരു ബോധോദയം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ വരും തലമുറകൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുന്നത്. അച്ഛൻ്റെ പേര് ചേർക്കണം കേട്ടാ. നാടിൻ്റെ പേര് മറക്കരുതേ. അഭിമാനത്തോടെ പറയണ്ടേ? പറയണം. ഓക്കെ, കുറച്ച് ബാക്ക്. എനിമ്പോ. ഓക്കെ, റെഡി? 1 2 3 സ്റ്റാർട്ട്. തോറ്റു. റെഡി? 1 2 3 സ്റ്റാർട്ട്. ചാൻസ് ഉണ്ടായിനി അല്ലേ? റെഡി? 1 2 3 സ്റ്റാർട്ട്. റെഡി? 1 2 3 സ്റ്റാർട്ട്. പെരിലാണ് കൊല്ല പരിചയമില്ല. എന്തെന്ന് ഇത് തോറ്റോണ്ടിക്കല? അത് ജയിക്കും തോന്നാ നിങ്ങക്ക്? ആ ലാസ്റ്റ് ചാൻസ് തന്നെ കൊല്ല പരീക്ഷ. അതിൽ നിന്ന് ഈ 2ന്റെ മാർക്കിനേക്കാൾ കുറഞ്ഞാൽ എന്താവും? ഹലോ, നിങ്ങൾക്കറിയോ കൊല്ലപ്പരീക്ഷയുടെ മാർക്കാണ് അവിടെ റെക്കോർഡാക്കിട്ട് വെക്കുന്നത്? അതറിയോ? എല്ലാ ക്ലാസ്സിൻ്റെ 4ാം ക്ലാസ് മുതൽ എല്ലാ റെക്കോർഡും ഉണ്ടാവും അവിടെ. അറിയാലോ മോനെ, വലിയ കുട്ടികൾക്ക് അറിയാലോ. 8ാം ക്ലാസ്സും 9ാം ക്ലാസ്സും 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ഉണ്ടാവും അതിൽ. നമുക്ക് പണ്ട് SLC ബുക്ക് തരുമ്പോൾ അതിലുണ്ടാവും. നമ്മളെല്ലാം കാലത്ത് ഉണ്ടാവും. നിങ്ങളത് റെക്കോർഡായിട്ടുണ്ടാവും. +1 ഉണ്ടാവില്ലേ? തോറ്റാലെന്താവും? +1 കഷ്ടമല്ലേ? ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? ചില പഹയന്മാരുണ്ട് അടുത്തൊല്ലത്തെ വെക്കൽ. ഭയങ്കര തെറ്റാണത്. മൈൻഡ് പ്രോബ്ലമായി പോവും. സ്ട്രെസ് അനുഭവിക്കേണ്ടി വരും കൂടുതൽ. എന്തിനങ്ങനെ ആക്കുന്നേമോ? അതാത് സമയത്ത് ഇപ്പൊ ചെയ്യേണ്ട കാര്യം പറ. ഇപ്പൊ ചെയ്യേണ്ട കാര്യം ഇപ്പൊ ചെയ്യണ്ടേ? ഈ ക്ലബ്ബുകാർ ഇപ്പൊ നോക്കിയ ഒരു പരീക്ഷ സമയത്ത് നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ക്ലാസ് വെച്ചതിന്റെ അർത്ഥം എന്ത്? ഇത് നാളേക്ക് വേണ്ട, ഇപ്പൊ വെക്കണം. അവര് നല്ല ചിന്തയല്ലേ അവരെ? യെസ്, അമ്മ അച്ഛൻ പറയല്ലേ ഇപ്പൊ പഠിക്ക മക്കളെ, ഇപ്പോഴേ പഠിച്ചാൽ നാളേക്ക് ക്ഷീണം ഉണ്ടാവില്ല, ഇപ്പൊ പഠിച്ചാൽ നാളെ കല്ല് പൊറുക്കേണ്ടി വരില്ല, അങ്ങനെ പറയല്ലേ? കല്ല് പൊറുക്കുന്ന മോശം ജോലിയല്ല കേട്ടാ. ഞാൻ കല്ലെല്ലാം പുറത്തവനാ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നും മോശം ജോലിയല്ല. എൻ്റെ അച്ഛൻ ലോട്ടറി വിറ്റതാ ലാസ്റ്റ്. ഇപ്പോൾ സുഖമില്ലാതായി. ഞാൻ ഡിഗ്രി പഠിച്ചത് ഓംപ്ലേറ്റ് കച്ചവടമാക്കിയിട്ടാണ്. പാലക്കുന്ന് അമ്പിയ കോളേജിൽ ഡിഗ്രി പഠിച്ചതേ. അതുകൊണ്ട് ഞാൻ തളങ്കലും ചെയ്തിന് കേട്ടോ. ഞാൻ 3 കൊല്ലം കോളേജിൽ ഇതായിരുന്നു, ക്രോസ് കൺട്രി മാരത്തോണിൻ്റെ ചാമ്പ്യനായിരുന്നു. കൈയടിക്കടാ. ഓക്കെ, ഞാൻ 3 കൊല്ലം കലാപ്രതിഭയായിരുന്നു കോളേജിൽ. 3 വർഷം. ഞാൻ 3 വർഷം ടോട്ടൽ നടന്ന 27 പ്രസംഗ മത്സരത്തിൽ ഫസ്റ്റ് ഞാനായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം പോയിട്ട് സാധനം കൊണ്ടുവരും. ഒരു സെയിൽസ്മാൻ ഉണ്ട്. പച്ചക്കറി ബത്തക്ക മുറിച്ച് വെക്കും, പൈനാപ്പിൾ മുറിച്ച് വെക്കും, കക്കരി മുറിച്ച് വെക്കും, സർബത്ത് കലക്കും, ലസ്സി ഉണ്ടാക്കും, ജ്യൂസ് ഉണ്ടാക്കും. എന്താ പറയുക, സിപ്പപ്പ, അതിപ്പോഴത്തെ പേര്. നമ്മൾ അത് എന്താ പറയുക, കൊട്ടൈസ് അല്ലേ, ചെറിയ. അത് ഞാൻ സ്വന്തം ഉണ്ടാക്കും. രാത്രി വരെ ഇരിക്കും. 7-8 മണിയാകുമ്പോൾ ഓംലെറ്റ് കച്ചവടമാക്കും. 11 മണിക്ക് വീട്ടിലേക്ക് എത്തും. പഠിക്കാനൊന്നും സമയം കിട്ടില്ല. പിറ്റേന്ന് രാവിലെ കോളേജിൽ പോവും. 3 കൊല്ലം അങ്ങനെ പോവും. ഇവിടെ പണിയെടുക്കുമ്പോഴും കോളേജിൽ തിളങ്ങും, ഇവിടെ പണിയെടുക്കുമ്പോഴും സ്കൂളിൽ തിളങ്ങും. ഗാന്ധിജി പറഞ്ഞ പോലെ വിദ്യാഭ്യാസത്തോടൊപ്പം കൈത്തൊഴിൽ അല്ലേ? എന്തെങ്കിലും തൊഴിൽ ചെയ്യണം. വീട്ടുകാരെ സഹായിക്കാനുള്ള മനസ്സ്. ഇപ്പം എൻ്റെ മൂത്തമ്മ പറയുന്നുണ്ട്, അച്ഛൻ എന്തെങ്കിലും തുടങ്ങുക ഞാൻ വന്ന് സപ്പോർട്ട് ചെയ്യാറി. ഒരു തട്ടുകടാക്കാണ്ട് പരിപാടി ഉണ്ട് കളനാട്. അപ്പോൾ അവനെല്ലാം അറിയാം. സർബത്താക്കും, ചായ ഉണ്ടാക്കും, വീട്ടിലെല്ലാം ചെയ്യും അത്യാവശ്യമെല്ലാം. ആരെങ്കിലും വന്നാൽ നമ്മൊന്നും ചെയ്യണ്ട, എൻ്റെ മോൻ ചെയ്യും, മൂത്തമോൻ ചെയ്യും, 2ാം മോൻ കൊണ്ടുകൊടുക്കും. ഭയങ്കര രസമാണ്. അപ്പോൾ ഇതിന് അങ്ങനത്തെ സ്കില്ലുണ്ട്. നമ്മൾ ഉണ്ടാക്കിയതാണ്, അച്ഛനമ്മയും കൂടി പഠിപ്പിച്ചെടുത്തതാണ്. കറി വെക്കും അത്യാവശ്യം, അമ്മേനെ സഹായിക്കും, അങ്ങനെയെല്ലാം ചെയ്യും. ഞാൻ ഇത് പറയല്ല, അങ്ങനെ NSSൻ്റെ സ്കൗട്ടിലെല്ലാം ചേർന്നതിൻ്റെ ഗുണമുണ്ട്. നിങ്ങൾ അംബാപുരം യുവധാര ക്ലബിലെ ആണെങ്കിൽ യുവധാര ക്ലബിൻ്റെ കരുത്ത് കാണിച്ചു കൊടുക്കണം. ഏർന്ന് കാണിച്ചു കൊടുക്കണം? നാട്ടിൽ കാണിച്ചു കൊടുക്കണം. പിന്നെ ആദ്യം ഏർന്ന് കാണിച്ചു കൊടുക്കണം? യെസ്, ആരാ പറഞ്ഞേ? വീട്ടിൽ നിന്ന് കാണിച്ചു കൊടുക്കണം. മോനെ നിങ്ങൾക്ക് 10 പോയിന്റ് പിടിച്ചോ. ആ ടീമിന് 100 മാർക്ക് കേട്ടോ, പിടിച്ചോ. 100 മാർക്ക്. നിങ്ങളാ കൈ അടിച്ച നല്ല മനസ്സോടെ. യുവധാര ക്ലബിന്റെ ഈ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് അതിന്റെ ചേഞ്ച് നമ്മൾ എഴുന്ന് കാണിച്ചു കൊടുക്കണം. പറ.
ഒച്ചത്തി പറ. ഞാൻ ഈ ടീമോട് ചോദിക്കുന്നത്, നിങ്ങൾ വീട്ടിൽ നിന്ന് എന്ത് ചേഞ്ച് കാണിക്കാൻ പോന്നേനി? അതെ, ഇവരോട് മാത്രം പറഞ്ഞ. പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് എടുത്തിട്ട് കാണിച്ചോളൂ. യുവതാര ക്ലബ്ബിൽ നിന്ന് ഈ ഒരു പ്രചോദനം കിട്ടി, ഞാൻ നല്ലോണം ഇനി പഠിക്കാൻ പോകുന്ന അമ്മേ നോക്കിക്കോ, നിങ്ങൾ ഒന്നും എന്നോട് പറയേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട് പുസ്തകം എടുക്കുന്നു, മൊബൈലിന്റെ ഇറക്കി വെക്കുന്നു, അമ്മേനെ അച്ഛനെ കാണുന്ന മൊബൈലിൽ നിന്ന് ചാറ്റായിക്കൊണ്ടിരിക്കുന്നു. അല്ലല്ലോ, നന്നായിട്ട് പഠിക്കും. ഹൃദയത്തെ തൊട്ടിട്ട് തന്നെ പറയുന്നേ ആണോ? രണ്ടാമത്തെ ഒരു പോയിന്റ് പറഞ്ഞു, എന്താ നിങ്ങൾ വീട്ടിൽ നിന്ന് ചേഞ്ച് ആക്കുന്നത്? ഒരുപാട് കാര്യമുണ്ട്. അമ്മേനെ അച്ഛനെ സഹായിക്കും പറ്റുന്നതിന്. വാ, ഗ്രേറ്റ്, സൂപ്പർ, ഗുഡ് ഗുഡ്. അമ്മേനെ അച്ഛനെ സഹായിക്കും. അമ്മേനെ അച്ഛനെ അടുക്കളയിൽ സഹായിക്കും. ഞാൻ ചോദിക്കട്ടെ, സഹായങ്ങൾ കുറെ തരത്തിൽ ചെയ്യാം, അങ്ങനെ ചെയ്യാൻ പറ്റും? അത് ശരി. പിന്നെ നനക്കണം. എന്ത് നനക്കണം? നമ്മളെല്ലാം നനക്കണ്ട. എല്ലാം നനക്ക് അച്ഛൻ അമ്മയും വിടൂല ചിലപ്പോ. ആ സോക്സ്, അണ്ടർ ഷർട്ടി, സത്യം, അതിൽ തെറ്റൊന്നുമില്ല പറയുന്നതില്. അത് നമ്മ അലക്കണം, അത് ഈർന്ന് പഠിക്കണം ഇപ്പോ. കറക്റ്റ്. പിന്നെ ഒരാൾക്ക് നിങ്ങൾ അലക്കിക്കോട്ടെ, അല്ലാതെ ഊരിട്ട് ബെൽച്ചാടുന്ന പിള്ളേരുണ്ട് ഇങ്ങനെ. മോശമല്ലേ? അല്ലേ? അതല്ല, നല്ല സംസ്കാരമാണ്. ആൺകുട്ടികൾ ചെയ്യണം, അത് പെൺകുട്ടികൾ ചെയ്യുന്നുണ്ട്. ഷൂ നമ്മ തുടക്കണം. അമ്മയോട് പറയണം, അമ്മേ ഞാൻ തുടക്കാം. അപ്പൊ അമ്മക്ക് ഭാരം കുറഞ്ഞ, അമ്മക്ക് ഹാപ്പി ആയ. ഇത് കാണുമ്പോ അച്ഛൻ സന്തോഷിക്കുക, ഇതെല്ലാം കാണുമ്പോ അച്ഛനും അമ്മയും സംസാരിക്കുക. എന്റെ മകൻ, എന്റെ മകൾ നോക്ക്, ഭയങ്കര ചേഞ്ച്, ഭയങ്കര ശ്രദ്ധ, നല്ലൊരു ലീഡറായി, നല്ല ഐശ്വര്യമുള്ള മകനായി, വാ, അങ്ങനെ പറയുന്നതല്ലേ നമുക്കിഷ്ടം. ഇതൊരു കഷ്ടം. കണ്ടാമാല് ഏത് തോന്നിയാസ് എന്റെ മോള് കളിക്കുന്നത് ഒരു അനുസരണില്ല. അതാ വേണ്ടത്. അത് നെഗറ്റീവാണ്. വീട്ടിൽ നെഗറ്റീവാണ്. പോസിറ്റീവ് ഉണ്ടാക്കണം. യെസ്, ഒരു പോയിന്റ് പറഞ്ഞേ. ഇവര് 2 പോയിന്റ് നല്ല പോയിന്റ് പറഞ്ഞു. വീട്ടില് എന്താ മോളെ? അമ്മ അച്ഛൻ പറയുന്നത് ക്ഷമയോടെ അനുസരിക്കുന്നേ. ക്ഷമയോടെ. ക്ഷമയോടെ. ഞാൻ അത് എടുത്തു പറയുന്നു. ഹലോ, ക്ഷമ ജീവിതത്തിൽ വേണ്ടേ? ക്ഷമ ജീവിതത്തിൽ വേണം. ക്ഷമയുടെ പര്യായ ആരാ ഭാരതത്തിൽ? വലിയ വലിയ ആൾക്കാരുണ്ടല്ലോ ക്ഷമയുടെ പര്യായങ്ങൾ. ശ്രീ ചട്ടമ്പി സ്വാമി, ഓക്കെ, ഗുഡ്. ശ്രീ നാരായണ ഗുരു, യെസ്, എത്ര അപമാനിതനായനല്ലേ ജാതിയുടെ പേരിൽ. അത് വേറെ ഉണ്ട്. ബുദ്ധൻ, ഓക്കെ. സ്വാമി വിവേകാനന്ദനെ ഒരുപാട് ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട് വിദേശത്തുനിന്ന്, അല്ലേ? കാഷായ വസ്ത്രം ധരിച്ചു വന്ന ഒരു ഭ്രാന്തൻ എന്ന്. യെസ്, ഗാന്ധിജിക്ക് ക്ഷമയുടെ പര്യായല്ലേ? അല്ലേ? ഗാന്ധിജിനല്ലേ വണ്ടിന്ന് ചവിട്ടിയത് ഇംഗ്ലണ്ടുകാരൻ? പല്ല് പോയില്ലേ? അപ്പൊ എന്താ പറഞ്ഞത്? നിന്റെ കാലിന് വേദനിച്ചോന്നല്ലേ ചോദിച്ചേ? യെസ്. ഗാന്ധിജിയെ വെടിവെച്ചോന്നപ്പോ എന്താ പറഞ്ഞേ? അവസാനത്തെ വാക്ക് ഹേ റാം, ഹേ റാം, അവസാനത്തെ വാക്കല്ലേ? അപ്പോഴും ക്ഷമയോടെ മന്ത്രം ജപിച്ചു. എന്താ പറയുന്നേ? ഒരു പോയിന്റ് പറഞ്ഞേ. നമ്മൾ തന്നെ ഭക്ഷണം എടുത്തിട്ട് ഈ മോനൊരു കൈയടി കൊടുത്തേ. 5 പോയിന്റ്. സത്യമല്ലേടാ? ഞാൻ ചോദിക്കട്ടെ, നമ്മ തിന്ന പാത്രം എടുക്കാത്ത പിള്ളേരില്ലേ? ഇല്ലേ? നമ്മൾ തിന്ന നമ്മൾ ആ പാത്രം ഒന്ന് എടുത്തിട്ട് അടുക്കളയിൽ വെച്ചൂടെ? അതെങ്കിലും ചെയ്തൂടെ? ഇനി പറ്റെങ്കിലും ഒന്ന് കഴുകിക്കൂടെ? നമ്മ വൃത്തിയായി കഴുകിയില്ലെങ്കിലും അമ്മ കഴുകും, കുഴപ്പമില്ല. പക്ഷെ അമ്മ ഹാപ്പി ആവുക? ഹാപ്പി ആവൂലേ? അല്ലേ മോളെ? നിങ്ങൾക്കാവൂല്ലേ? അതുപോലെ ആണുള്ളവർ കഴുകിയ ഹാപ്പി ആവൂലേ? അങ്ങനെ ചെറിയ ചെറിയ കാര്യം ചെയ്യണം. അപ്പോഴാണ് യുവധാര ക്ലബിൽ നടത്തിയ ക്യാമ്പിലൂടെ ഉണ്ടായ ചേഞ്ച് നമുക്ക് മനസ്സിലാവും. ക്ലബിൽ പോടാറി വെറുതെ ഇരിക്കുമ്പോ പറയില്ലേ? ചില നാട്ടിൽ പറയോ? ചില നാട്ടിൽ ക്ലബിൽ പോയാൽ കാലൂത്ത് പറയും. കാരണം എന്തേ? കബഡിയുടെ പേര്, ഫുട്ബോളിന്റെ പേരും പറഞ്ഞിട്ട് പിറ്റേന്ന് വെളി വരുമ്പോ വരുന്നത്. രാത്രി പോകുന്നത് ഏടാ പോകുന്നത്? എന്തിനു പോകുന്ന അറിയോ? കാലൊടിഞ്ഞിട്ടുണ്ടാവും ചിലപ്പോ. 500 രൂപയും കൊണ്ട് പോകും, മറ്റ ഫാസ്റ്റ് ഫുഡും തിന്നിട്ട് വയറും വീർത്ത് പല അസുഖമായിട്ട് വരും, അല്ലേ? അതാ ക്ലബ്ബ്? അല്ല, ക്ലബില് ആൾക്കാർ കുട്ടികളെ കൊണ്ടുപോയാലും പ്രൊട്ടക്ഷൻ ചെയ്യും, അല്ലേ? വീട്ടിലേക്ക് എത്തിക്കും. ഞങ്ങൾക്കുള്ള ക്ലബ്ബ് ഉണ്ട്, ഞങ്ങൾക്കുള്ള കലാകേന്ദ്രം ഉണ്ട്. അപ്പൊ ഞങ്ങൾ കുട്ടികളെ വീട്ടിലേക്ക് എത്തിക്കും. ഒരു ചാൻസ് വേണ കൊല്ലപ്പരീക്ഷ
റെഡിയാണോ? നല്ല കഴിവുള്ള, ആലോചിച്ച് ക്ഷമയുള്ള ഒരാളെ നിങ്ങൾ കണ്ടെത്തണം. ചർച്ച ചെയ്യണം. ലാസ്റ്റ് ചാൻസ്. ലാസ്റ്റ്. ശരി, 4 ആള് വന്നാ? ഞാൻ നിങ്ങളോട് കാര്യം ചോദിക്കട്ടെ. ഹലോ, മോനെ, നമ്മ വീട്ടിലൊരു തീരുമാനം എടുത്തു വിചാരിച്ചോ? നമ്മ ഐക്യത്തിൽ നിൽക്കൂലേ? BJP-ക്കാൻ നിൽക്കൂലേ? നമ്മ നാട്ടിലൊരു ഉത്സവം നടത്തുന്നു വിചാരിച്ചോ? അമ്പലത്തിലാവട്ടെ, ക്ലബിലാവട്ടെ. നമുക്ക് ഒരാൾ മാറി നിന്നാലും എന്താവും? ആ ഉത്സവത്തിന് ബാധിക്കൂലേ? ഈ ക്ലബിൽ ഒരു പ്രോഗ്രാം നടത്തുന്നു വിചാരിച്ചോ? ഈ ക്ലാസ് തന്നെ നടത്തുമ്പോൾ നിങ്ങൾ എല്ലാവരും കൃത്യസമയത്ത് എത്തിയില്ലേ? സമയത്തെത്തി. നിങ്ങൾ നല്ല മക്കളാ. നിങ്ങൾ എല്ലാവരും ഐക്യത്തോടെ സഹകരിച്ചുകൊണ്ടല്ലേ പരിപാടി വിജയിക്കുന്നേ? കറക്റ്റ് അല്ലേ? ശരി, അങ്ങനെയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ 2 മത്സരം നടന്നില്ലേ? നടന്നാ? നിങ്ങളുടെ ടീമിൽ നിന്നല്ലേ മത്സരിച്ചത്? മോനെ, നിങ്ങളുടെ ടീമിൽ നിന്നല്ലേ മത്സരിച്ചേ? നിങ്ങൾ അവാർഡ് സിനിമ കാണുന്ന പോലെ ഇന്നതാ? നിങ്ങൾ ടീമിന് സ്പിരിറ്റ് കൊടുത്തിനാ? എന്ത് താല്പര്യം കൊടുത്തിനെ? ജയ് വിളിച്ചിനാ? പേര് വിളിച്ചിനാ? ഞാൻ ചോദിക്കട്ടെ, നമ്മളെ റഹനയുടെ സംസ്ഥാന കായിക മേളയിൽ പങ്കെടുത്തു. ആ പങ്കെടുക്കുമ്പോൾ ഭാരത് സ്കൂളിലെ കുറെ ആൾ പോയി നിന്ന് വിചാരിച്ചോ? നാട്ടിലെ കുറെ ആൾ പോയി വിചാരിച്ചോ? ഓളെ ഇഷ്ടപ്പെടുന്ന നമ്മളെ നാട്ടിലെ ക്ലബ്ബാർ എല്ലാവരും പോയി വിചാരിച്ചോ? 100 മീറ്റർ ഓട്ടാണല്ലോ ഏറ്റവും നല്ല മത്സരം. 100 മീറ്റർ ഓട്ട മത്സരത്തിൽ അത്ലറ്റ്സ് ഓൺ യുവർ മാർക്ക് എന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ റഹന നിൽക്കുന്നെന്ന് വിചാരിച്ചോ? ആരാ റഹന? ആരാ? നമ്മുടെ വേഗറാണി. നമ്മുടെ ആരാ? വേഗറാണിയാണ്. നമ്മുടെ ആരാ? ഫാമിലിയിലെ ഒരാളാണ്. ഗുഡ്. നമുക്ക് ആരാ? ആണ്, നാട്ടുകാരിയാണ്. അതുകൊണ്ട് നമുക്ക് ആരാ? ഏച്ചിയാണ്, സുഹൃത്താണ്, എല്ലാതെ. നമുക്ക് ആരാ? അല്ലേ? നോക്ക, 5 പോയിന്റ്. ആ ടീമിന് 50 പോയിന്റ് കേട്ടാ. മോനെ, ടീമിന് 50 പോയിന്റ് കേട്ടാ. ഓളെ കൊണ്ടിട്ടേ റഹന നമുക്ക് ആരാ? നമ്മുടെ ജില്ലക്ക് അഭിമാനല്ലേ? ഞാൻ കുറെ സ്റ്റാറ്റസ് എല്ലാം വെച്ചിന്. റഹന എന്റെ മോട്ടിവേഷൻ ക്ലാസ്സിലെല്ലാം ഉണ്ടായിരുന്നു കുഞ്ഞനാളില്. അതുകൊണ്ട് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അവിടുന്ന് ജയിച്ചപ്പോ ആദ്യം വിളിക്കുന്ന കൂട്ടത്തിൽ എന്നെ വിളിച്ചു. ഞാൻ ഭയങ്കര അഭിമാനമായി. ഞാൻ എന്റെ വൈഫോടെ പറഞ്ഞു, റഹന അറിഞ്ഞ താരം ഇത് എന്നെ വിളിച്ചു. ഒരുപാട് സംസാരിച്ചു. എന്നെ സംസാരിക്കേണ്ട ആവശ്യമുണ്ടാ? ആടെ തിരക്കല്ലേ, പത്രക്കാർ വളയുന്നു, ചാനലുകാർ വളയുന്നു അല്ലേ? അതിനിടയിൽ റഹന പണ്ട് ഉള്ള ആ ബന്ധം നിലനിർത്തി. ഇതൊക്കെയല്ലേ വേണ്ടത്? നിങ്ങളുടെ കൂട്ടത്തിൽ ആരൊക്കെ എങ്ങനെ താരാവുന്ന ആർക്കാൻ പറയാൻ പറ്റുമോ? അതൊക്കെ നേടിയെടുക്കണ്ടേ? നിങ്ങളുടെ ഉള്ളിലുള്ള സ്കില്ല് പുറത്തേക്ക് കൊണ്ടുപോവാ, കഴിവ് പുറത്തേക്ക് കൊണ്ടുപോവാ, മാക്സിമം ആക്റ്റീവ് ആവ്, സ്മാർട്ട് ആവ് നിങ്ങള്. യെസ്, അങ്ങനെ റഹനാട് അത്ലറ്റ് ഓൺ യുവർ മാർക്ക് എന്ന് പറഞ്ഞ അറ്റൻഷൻ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ, ഇരിക്കുകയാണെങ്കിൽ, നിങ്ങളൊക്കെ ചുറ്റുമുണ്ടെങ്കിൽ, 100കണക്കിന് സ്നേഹിതന്മാർ ചുറ്റുണ്ടെങ്കിൽ, സ്കൂളുകാരുണ്ടെങ്കിൽ, മാഷന്മാരുണ്ടെങ്കിൽ എന്ത് ചെയ്യും? പറയില്ലേ? കൈയടിക്കില്ലേ? പിന്നെന്ത് ചെയ്യും? പറയില്ലേ? കുറെ പേര് പ്രാർത്ഥിക്കുന്നുണ്ടാവും അല്ലെ? കുറെ പേര് അപ്പപ്പ വരുന്നുണ്ടാവും. കുറെ പേര് പ്രോത്സാഹിപ്പിക്കൂലേ? അവളുടെ ഗുരുക്കന്മാർ പറയില്ലേ പൊസിഷൻ അല്ലേ? ഇന്ന പോലെ ചെയ്യണം, ശ്രദ്ധിക്കണം ഉണ്ടാവില്ലേ? നിങ്ങളുടെ മത്സരിക്കുമ്പോ എന്താക്കിയേ? പോയിട്ട് വേ, നിങ്ങൾക്ക് ഉണ്ടാക്കണം, നീ പോയിട്ട് വാ, തോറ്റിട്ട് വാ. അങ്ങനെ ഇരിക്കേണ്ടത് അല്ലല്ല. യെസ്, കറക്റ്റ്. പരസ്പരം പ്രോത്സാഹിപ്പിക്കണ്ടേ? എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോത്സാഹിപ്പിച്ച് ആര് വളരും? ആര് വളരും? നമ്മൾ വളരും. കറക്റ്റല്ലേ മോനെ? ആ മോൻ പറഞ്ഞ ഉത്തരം ശരിയാ. നിനക്ക് 10 പോയിന്റ്. പിടിച്ചോ, കൈയടിക്കട. മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ ആര് വളരും? നമ്മൾ വളരും. നമ്മ സ്വയം വളരും. കറക്റ്റ്. നിങ്ങൾ ഇരുന്ന സ്ഥലത്ത് നിന്നേ കുട്ടികൾ ഇരുന്നിട്ടല്ലേ, അവിടുന്ന് തന്നെ ഒന്ന് അങ്ങോട്ടും കൊണ്ട് ചേഞ്ച് ആണേ. 5 സെക്കൻഡ് തരും. ആരാണ് ആദ്യം മാറുന്നത് നോക്കട്ടെ. റെഡി? ഈർന്നെ. റെഡി? 1 2 3 സ്റ്റാർട്ട്. 1 2 3 4 and 5.
ആര് ഫസ്റ്റ്? നാലാളിൽ ആരാ ഫസ്റ്റ് എറിയുന്നേ? ആർക്കാ ധൈര്യം? കണ്ണപ്പ. ആയിട്ടാ ഞാൻ പറയുമ്പോഴേ അറിയണ്ടു. മത്സരം ആരംഭിക്കുന്നു. ഓനിതാ ഉഗ്ര മത്സരത്തിൽ പങ്കെടുക്കുകയാണ്. കളിയിൽ അല്പം കാര്യം. കണ്ണന്റെ ടീമിന് വേണ്ടിട്ട് കോച്ചിങ് കൊടുക്കാം, ചെറിയ രീതിയിൽ പരിശീലനം. അടുത്ത് പോയിട്ട് കൊടുക്കാം, അടുത്ത് പോ, അടുത്ത് പോ. ഓൻ്റെ അടുത്ത് പോടാ നീ. അവൻ ഐഡിയ വിട്. ബാക്കി എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാം. ശ്രദ്ധിച്ച് മെല്ലെ മെല്ലെ ക്ഷമയോടെ നിങ്ങൾ കൈയടിത്തല. മെല്ലെ ആയാ ആ അങ്ങനെ ഓണപരീക്ഷ ഒന്നുമില്ല. ബാ നമുക്ക് റീവാലുവേഷൻ തരാം. ആദ്യം വരുന്ന 3 ആക്കി ചാൻസ്. ശരി 4 ടീമെന്ന് ഒരാളെ കണ്ടെത്തിയിട്ട് വേഗം അയക്കും. നാല് ടീം ബാക്കിൽ പോ. ലാസ്റ്റ് ചാൻസ്. ഫസ്റ്റ് ആര്? നീയാ? ആയിട്ടില്ല. ഇവര് നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിച്ചാൽ മാത്രം തുടങ്ങിയാൽ മതി. ബാക്കിയുള്ളവരെ ഇഷ്ടം. ക്ഷമയോടെ ശ്രദ്ധിച്ച്. ആരാ ടീം? ആരാ ടീം? ആരറിഞ്ഞത്? 10 പോയിന്റ്. ടീമിന് 100 പോയിന്റ്. 100 150. എത്രയും മോളെ? 150. ആ 200. നിങ്ങൾക്കോ? സാരില്ല. ഹലോ, നിങ്ങൾ സത്യസന്ധമായിട്ട് പറയണം. നിങ്ങൾ ചെറുങ്ങനെ അടുത്തിരുന്ന് ചർച്ച ചെയ്യണം. ആദ്യം 3 പ്രാവശ്യം കളിച്ചപ്പോ ഉണ്ടായ രീതിയല്ല അവസാനം ഉണ്ടായത്. അവസാനം ജയിച്ചോ തോറ്റൊരു വിഷയമല്ല. അതല്ലല്ലോ. ഇവിടെ ആരാ തോറ്റിനെ? തോറ്റുവാ? ആര് പറഞ്ഞ തോറ്റിനാ? തോറ്റും തോന്നാ നിനക്ക്? അപ്പൊ തോറ്റിനാ? ഇല്ല, കറക്റ്റ് തോറ്റിട്ടാ. എടാ തോക്കുന്നപ്പോ നമ്മ മത്സരിക്കാതപ്പോ അല്ലേ?
ക്രോസ് കൺട്രി മത്സരത്തിൽ പകുതി നിന്ന് വിട്ടുപോയാലല്ലേ തോക്കലേ? എന്തെങ്കിലും കണ്ടിട്ട് മത്സരത്തിൽ നിന്ന് പിന്മാറിയാലല്ലേ തോക്കലേ? അതിന് നിങ്ങൾ തോറ്റുവാ? ഞാൻ മത്സരിച്ചില്ലേ? ഇനി അവസരങ്ങൾ വരൂലേ? അതുകൊണ്ട് മാത്സും ഫിസിക്സും ഒന്നും അതുപോലെ ചിന്തിക്കണ്ട. കിട്ടിയ ചാൻസ് മാക്സിമം ഉപയോഗിക്കണം. ഹലോ, നിങ്ങൾ ലാസ്റ്റ് കളിയിൽ മാക്സിമം ശ്രദ്ധിച്ച് ചെയ്തോ? ഒരാൾ ലക്ഷ്യത്തിലേക്ക് എത്തിയോ? ബാക്കിയുള്ളവർ ലക്ഷ്യത്തിലേക്ക് എത്തില്ല, അതിനോട് അടുത്തെത്തിയോ? ഞാൻ ചോദിക്കട്ടെ, 100 മാർക്കിന് വേണ്ടി ശ്രമിക്കുമ്പോ നിങ്ങൾക്ക് 20-30 മാർക്ക് 100 ഉണ്ടായെങ്കിൽ കഠിനമായി സ്മാർട്ട് ആൻഡ് ഹാർഡ് വർക്ക് ചെയ്തു, സ്മാർട്ട് വർക്ക് ആൻഡ് ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഒരു 75 മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ തോറ്റാ? ഇല്ലല്ലോ. കഴിഞ്ഞതിനേക്കാൾ മാർക്ക് കൂടുതലേ? ഇനി 5 മാർക്ക് അധികം കിട്ടിയെന്ന് വിചാരിച്ചോ നിങ്ങൾ ജയിച്ചില്ലേ? സത്യമല്ലേ? അങ്ങനെയല്ലേ നമ്മൾ ചിന്തിക്കണ്ടേ? ജീവിതയാത്രയിൽ പരാജയങ്ങളിൽ ഉണ്ടാവൂലേ? അതിനെ മറികടക്കലല്ലേ വേണ്ടത്? അപ്പൊ ആദ്യം നടന്ന 3 മത്സരവും അവസാനം നടന്ന മത്സരം, അവസാനം നിങ്ങൾക്ക് കിട്ടിയ മെസ്സേജ്, തന്റെ ജീവിതവുമായി പഠനവുമായി ബന്ധപ്പെട്ട മെസ്സേജ് എന്താണ്? അവസാനത്തെ കളിക്ക് ഭയങ്കര പ്രത്യേകത ഉണ്ടായിട്ടേ. നിങ്ങൾ ഒന്ന് അടുത്തിരുന്ന് ചർച്ച ചെയ്തേ. നിങ്ങൾ ചർച്ച ചെയ്തേ. ഒരു ടീം 2 പോയിന്റ് പറയണം. ഫസ്റ്റ് നിങ്ങൾ ഇങ്ങനെ ഇരുന്നാൽ പറ്റൂല, അടുത്തിരിക്കുക. ആ ടീം ഇരിക്കുന്ന പോലെ ഇരിക്കണം. വെരി ഗുഡ്. തീരുമാനിച്ചാ? 2 പോയിന്റ് കിട്ടിയാ? വെറുതെ പറഞ്ഞൂടാ? കിട്ടേ? ഒന്ന് പൊട്ടിച്ചു ഒരലോട്. ഹലോ, മോനിരിക്കേ. നല്ല സ്മാർട്ടായിട്ട് പറയണം. ഓക്കെ? ആര് പറയുന്ന ഈ ടീമില്? പറയുക. ഗുഡ്. ബാക്കി എല്ലാവരും ശ്രദ്ധിക്കുക. ആയാ? ആ ടീം റെഡിയാ? ഇനി സംസാരിച്ചൂടാ. ആരാണ് സ്മാർട്ടായിട്ട് പറയുന്നത് ഞാൻ നോക്കും. ഗുഡ്. പറഞ്ഞോ. ആ, നേരെ പറ. സംസാരിക്കുമ്പോ ക്ലിയർ ആയിട്ട് സംസാരിച്ച. ആ ആ ലാസ്റ്റത്തേല്. ഓക്കെ, ആദ്യവും ലാസ്റ്റുണ്ടായ മാറ്റങ്ങളും അതിന്റെ മെസ്സേജാണ് എനിക്ക് വേണ്ടത്. മോനിക്ക് നോക്കാം ഒന്നും കൂടി. നെക്സ്റ്റ്, ക്ഷമയോടെ കളിച്ചു. അപ്പൊ എന്തിനെ ക്ഷമയോടെ നേരിടണം എന്ന് മനസ്സിലായത്. യെസ്, നല്ല പോയിന്റ്. രണ്ടാമത്തെ, പ്രോത്സാഹനം ഇമ്പോർട്ടന്റ് ആണ്. ലാസ്റ്റത്തെ കളിയിൽ ഭയങ്കര പ്രോത്സാഹനമായിരുന്നു, അതുകൊണ്ട് നമുക്ക് ഭയങ്കര ഉഷാറായിരുന്നു, പോസിറ്റീവ് എനർജി ആയിരുന്നു. യെസ് യെസ്, കൈയടിച്ചേ. ആ, പരിശ്രമിച്ച വിജയം ഇന്നല്ലേ നാളെ ഉറപ്പ്. ആ, കോൺഫിഡൻസ്. വാ, ഗ്രേറ്റ്. കോൺഫിഡൻസ്, സൂപ്പർ പോയിന്റ്. ഞാൻ നിങ്ങളെ 100 മാർക്ക് കുറക്കട്ടാ. ഒരു പ്രോത്സാഹനം കൊടുക്കുന്നില്ല. അവര് നല്ല പ്രോത്സാഹനമാണ് ആ ടീം എല്ലാവരും കൊടുക്കുന്നത്. ഞാൻ ശ്രദ്ധിച്ചു. നിങ്ങൾക്ക് 100 മാർക്ക് ഫ്രീ ആയിട്ട് വന്നു. പോ. ആ, അവര് നല്ല പ്രോത്സാഹനമാണ്. അവർ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചിരിക്കുന്നു. യെസ്, നെക്സ്റ്റ്. നല്ല അനുഭവമാണ് നമുക്കുണ്ടായത്. അത് ശരിയാണ്. ഗുഡ്. ലാസ്റ്റത്തെ കളിയിലുണ്ടായ മെസ്സേജ് പ്രോത്സാഹനമാണ് വിജയത്തിന്. കാരണം നല്ല പ്രോത്സാഹനം നൽകിയപ്പോൾ കുറെ ചേഞ്ചായി അല്ലേ? സത്യമല്ലേ? ആ, നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന ആരാ? പറ. ഫാമിലി അല്ലേ? ഇത്തരം ക്ലബുകൾ ആണല്ലോ. അച്ഛനമ്മ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുന്നുണ്ടാ? പഠിക്കണ്ട അറിയുന്നുണ്ടാ? ഭാവിയിൽ ജോലി നേടണ്ട അറിയുന്നുണ്ടാ? നിങ്ങൾ കുളിക്കാതെ അങ്ങോട്ട് നടക്കുന്നു പറയുന്നുണ്ടാ? രാവിലെ എണീച്ച പല്ലൊന്നും നേക്കണ്ട അറിയുന്നുണ്ടാ? ഭക്ഷണം ഒന്നും തരാതിരിക്കുന്നുണ്ടാ? നിങ്ങൾ ചോദിച്ച വസ്ത്രം വാങ്ങി തന്നിട്ടേ? നിങ്ങൾ ചോദിച്ച ഭക്ഷണം വാങ്ങി തരുന്നില്ലേ?
നിങ്ങൾ ചോദിച്ച ആഗ്രഹങ്ങൾ സഫലാക്കി തരുന്നില്ലേ? നിങ്ങൾ ഇഷ്ടപ്പെട്ട സ്കൂൾ നിങ്ങളെ ചേർത്തില്ലേ? രാവിലെ അയക്കുമ്പോഴും വൈകിട്ട് തിരിച്ചു വരുമ്പോഴും കാത്തിക്കുന്നില്ലേ? തിരിച്ചു വരുമ്പോൾ ക്ഷമയോടെ കാത്തിരിക്കുന്നില്ലേ അച്ഛനമ്മയെ? കുറച്ച് വൈകി അച്ഛനമ്മയ്ക്ക് ടെൻഷനാണുണ്ടാ ഇല്ലേ? ടെൻഷനാന്നില്ലേ? പെൺകുട്ടികൾ ഒരു അരമണിക്കൂർ ലേറ്റായി വന്ന അച്ഛനമ്മയ്ക്ക് പട്ടക്കൂലേ? എന്തുകൊണ്ട്? എന്തുകൊണ്ട്? ഒരേ മോള് എന്നല്ല, മോള് ചിലപ്പോ 2-3 ഉണ്ടാവും. മോൻ പറഞ്ഞ പോയിന്റ് നല്ല പോയിന്റാന്നേ. എന്റെ മോള് ലേറ്റായി വന്നാൽ വല്ലാത്ത അപകടത്തിൽപ്പെട്ടിട്ടുണ്ടാവാം. എന്റെ മോൾ എന്തോ തെറ്റിലേക്ക് കാലെടുത്ത് വെച്ചോ. എന്താ ലേറ്റ് ആവുന്നേ? ഒരു ദിവസം ലേറ്റായി, അടുത്ത ആഴ്ച വീണ്ടും ലേറ്റ് ആവുന്നു. എന്റെ മോൾ എവിടെയാ പോന്നേ? എന്റെ മോൻ എന്തോ പ്രശ്നമുണ്ട്, ലേറ്റായി വരുന്ന എന്തേ? 5 മിനിറ്റ് പോലും ലേറ്റ് ആവാറില്ലല്ലോ എന്റെ മകൻ. പക്ഷെ എന്തുകൊണ്ട് കുറെ ലേറ്റ് ആവുന്നു? അന്വേഷിക്കുമ്പോക്കെ ചങ്ങായിമാരൊക്കെ അവിടെ ഇവിടെ കറങ്ങുന്നു, വീട്ടിൽ പറയുന്നില്ല. വീട്ടിൽ പറയണ്ടേ? പറയണം. നിങ്ങൾ സുഹൃത്തിന്റെ കൂടെ ഇടയ്ക്ക് കറങ്ങുന്നുണ്ടെങ്കിൽ പറയണം. പറയണ്ടേ? എന്റെ മോൻ ഒരാഴ്ച മുമ്പേ പറയും ടർഫിൽ കളിയുണ്ട് അച്ഛാണ്. ടർഫിൽ മാനസിക ഉല്ലാസം, തെറ്റില്ലല്ലോ, തെറ്റൊന്നുമില്ല. ഒരു ദിവസം ലേശം വൈകിട്ട് വന്നിന്, അതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ട. കാരണം ഈ പ്രായത്തിൽ വൈകി വരാൻ പാടില്ലല്ലോ അല്ലേ? പക്ഷെ അവൻ്റെ കളി കഴിഞ്ഞിട്ടാ, അതുകൊണ്ട് വൈകി. പക്ഷെ തെറ്റാണ്. ആ സമയത്ത് നടന്നു വരുമ്പോ പോലീസ് പിടിച്ചാൽ നമുക്കത് ബാധിക്കും. ബാധിക്കൂലേ? ബാധിക്കും. കളിക്കണ്ടെന്ന് പറഞ്ഞിനാ നിങ്ങളോട് പറയലുണ്ടാ? കളിക്കണം, കളിക്കണം, കളിക്കണ്ടേ? അതുകൊണ്ടല്ലേ ഈ ക്ലബ്ബ് കബഡിയിലെല്ലാം പേരെടുത്തത്. കളിക്കണം, പക്ഷെ അച്ഛനമ്മേനെ ധിക്കരിച്ചൊന്നും ചെയ്യരുത്. യെസ്, നല്ല പോയിന്റാണ് നിങ്ങൾ പറഞ്ഞത്. അപ്പൊ പ്രോത്സാഹനം എപ്പോഴും നല്ലതാണ് അല്ലേ? പ്രോത്സാഹനം എപ്പോഴും നല്ലതാണ്. ഊതൊന്നും വേണ്ട, ഞാൻ പറയാതെ ഒന്നും ചെയ്യണ്ട. ഞാൻ പറയാതെ ഒന്നും അത് ദ്വാരം ഉണ്ടോന്ന് അറിയില്ല. നിങ്ങൾ അത് നിങ്ങളുടെ ടീമിലെ ലീഡർ തീരുമാനിക്കുക. ആരെങ്കിലും 2 ആളെ കയ്യിൽ കൊടുക്കണം. യെസ്, ആരുടെ കയ്യിലാണോ ലീഡർ തന്നത് അവരെഴുന്നേറ്റിക്കണം. എഴുന്നേറ്റുന്നോ? ഞാൻ ഊതാന്ന് പറഞ്ഞില്ലല്ലോ, ഞാൻ ഒന്നും പറഞ്ഞിട്ടല്ലോ. ഹലോ, ടൈറ്റ് മത്സരം, ടൈറ്റ് മത്സരം അല്ലേ? ബലൂൺ ഊതി പൊട്ടിക്കണം. ബലൂൺ ഊതിട്ട് റെഡിയാ? ബലൂൺ ഊതി പൊട്ടിക്കണം. കൃത്യസമയത്ത് തുടങ്ങണേ. ആയിട്ടില്ല? ടീമിലെ അംഗങ്ങളെല്ലാം പ്രോത്സാഹനം കൊടുക്കുക. Ready? 1, 2, 3, start! കയ്യടി പോരടാ. പറ്റും. പറ്റും.
പറ്റൂ. നീ ഊതുന്ന സ്റ്റൈല് മാറ്റ്. നീ ഊതുന്ന സ്റ്റൈല് മാറ്റ്. വലിക്ക്. നീ ഊതുന്ന സ്റ്റൈല് മാറ്റ്. വലിക്ക്. ഇങ്ങനെ വലിക്ക്. പറ്റും. പോവും. ഊത്. പിന്നെ ഊത്. കാറ്റ് തോൽപ്പിക്കല. കൈയടിക്കണേ. ഇങ്ങനെ വലിക്കേ. ആവൂ. അങ്ങനല്ലോ മറ്റേ ഇരിക്കണേ. ഇങ്ങനെ ആക്കടാ. ഇതാ ഇങ്ങനെ ഊത്. ഇതെങ്ങനെ നോക്കാം. നീ മറ്റേ ശാല തന്നെ ഊതിക്കൂടാ. അപ്പൊ പൊട്ടില്ല. അതന്നെ അടവൊക്കെ. നീ പറഞ്ഞിരുന്നേ ആര് ജയിച്ചത്? യഥാർത്ഥത്തിൽ ആരാ ജയിച്ചേ? എല്ലാവരും ജയിച്ചെന്ന് തോന്നുമ്പോഴും പിന്മാറാതെ, തളരാതെ, പതറാതെ അവസാനം വരെ പോരാടി ഏറ്റവും കൂടുതൽ കയ്യടിയും പ്രോത്സാഹനം വാങ്ങി അവസാന പോരാട്ടം നടത്തി വിജയിച്ചത് ആരാ? ഹലോ, ഞാൻ നിങ്ങളോട് ഊതിയിട്ട് ഫസ്റ്റ് എടുക്കാൻ പറഞ്ഞിനാ? ഞാനെന്താ പറഞ്ഞേ? ഞാൻ അത്രല്ലേ പറഞ്ഞു. എല്ലാരോടും പറഞ്ഞ ഊതണമെന്നല്ലേ, ഊതണമെന്ന് പൊട്ടിക്കണമെന്നല്ലേ പറഞ്ഞു. ആദ്യം ജയിക്കുന്ന സമ്മാനം ഉണ്ട് പറഞ്ഞിനാ? പറഞ്ഞിട്ടാ? നിങ്ങളുടെ ടീച്ചറും നിങ്ങളെ അച്ഛനമ്മയും പറയുന്നത് അങ്ങനെ. നിങ്ങൾ ആര് തോപ്പിക്കണം എന്ന് പറയല്ല, ആരും പറയല്ല. നല്ല അച്ഛനമ്മയും പറയില്ല. ഞാനും എൻ്റെ മക്കളോടൊന്നും ഞാൻ ഓനെ പൊട്ടിക്കോ ഓളെ തോപ്പിക്കുന്നൊന്നും ഞാൻ പറയല്ല. ഹലോ, നമ്മ എന്താ പറയല്? നല്ല അച്ഛനമ്മയും ഊതിയത് നന്നായി. നമ്മളെന്താ പറയല്? അങ്ങനെ പറയില്ല. പഠനകാര്യത്തിൽ അങ്ങനെ പറയില്ല. പഠനകാര്യത്തിൽ നമ്മ എന്ത് പറയും? മോനെ നന്നായി പഠിക്ക്, നിലവാരം ഉണ്ടാവണം അല്ലേ, ഉയർന്ന നിലവാരം ഉണ്ടാവണം പറയില്ലേ? ആദ്യത്തെ വരിയിലുണ്ടാവണം പറയില്ലേ? ആരെങ്കിലും തോപ്പിക്കാൻ പറയോ? അമ്മ പറയില്ല. അമ്മ പറയുന്നത് എന്താ? നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് എടുക്ക്, നന്നായി കളിച്ച് പെർഫോം ചെയ്, അങ്ങനെയല്ലേ പറയും. പഠനകാര്യത്തിൽ അങ്ങനെ അച്ഛനമ്മങ്ങളോട് പറയുള്ളൂ. കൂട്ടുകാരിനെ തോപ്പിക്കുന്നൊന്നും പറയില്ല. അങ്ങനെയൊന്നും അസൂയ ഉണ്ടാക്കൂല. ഉണ്ടാക്കുക? ഇവിടെ എന്താ സംഭവിച്ചേ? ഇവിടെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം കിട്ടിയായിരിക്കും. എന്തുകൊണ്ട്? പോരാടിയോണ്ടല്ലേ ഓൻ മാറിനെ കയ്യേറി കിട്ടുക. ഓൻ മാറിയാലോ ഓൻ തോറ്റില്ലേ? ആ ടീം തോറ്റില്ലേ? ആ ബലൂണ് പൊട്ടാതെ ബാക്കി വരൂലേ? അവൻ പൊട്ടിച്ചില്ലേ? കൊടുക്കണ കയ്യടിയല്ലേ? 10 പോയിന്റ് കേട്ടാ, 10 പോയിന്റ്. ടീമിന് 100 പോയിന്റ് പോ. കാരണം അവന്റെ ആത്മധൈര്യത്തിന്, കോൺഫിഡൻസിന്. അതന്നെ. ആരാ ആദ്യം പൊട്ടിച്ച ടീം? ഞാൻ ആദ്യം പൊട്ടിക്കാൻ പറഞ്ഞിട്ടല്ലോ, ഇല്ലല്ലോ. ഇനി ഈ ടീമിൽ നിന്ന് ഒരു 4 പേര്, ഈ ടീമിൽ നിന്ന് 4,
4 ആയിട്ട് ടോട്ടൽ ഈ 4 നിങ്ങൾ രണ്ടും കൂടി ഒരു ടീം 8 ആൾ ഒരു ടീമായിട്ട് ഇങ്ങനെ ലൈനിൽ നിൽക്കണം. ബാക്കി എല്ലാവർക്കും കസേര അടുപ്പിച്ചു. ഇപ്പൊ എടുത്താ അതുണ്ട് ഒരു കളി കളിച്ചിട്ടുണ്ട്. രണ്ട് ടീമിന്റെ ലീഡർമാരുടെ കഴിവാണ് 4 ആളെ തെരഞ്ഞെടുക്കുന്നത് അല്ലേ? അതാണ് ലീഡറുടെ കഴിവ്. ചിലപ്പോ അവിടെ ഓർഡർ കൊടുക്കേണ്ടി വരും അല്ലേ? ആ 8 ആള്, ഈ 8 ആൾ ഇങ്ങോട്ട് നിന്നേ, ഇങ്ങോട്ട് വാ, ഈ അറ്റത്ത് വാ. വെരി ഗുഡ്. ഈ 8 ആൾ ഇങ്ങോട്ട് വാ. ബാക്കിയല്ല അങ്ങോട്ട് പോ. ഡിസ്റ്റൻസ് അങ്ങോട്ട് പോ. വെരി ഗുഡ്. ഇങ്ങോട്ട് വാ. മോളെ പേരെന്ത് മറന്നുപോയി? വൈഗ എൻ്റെ അടുത്ത ആളാണ്. വൈഗൻ്റെ വല്യമ്മയാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറ്റിയത്. എന്നാ മണിയേച്ചി, കനകമണിയേച്ചി. അങ്ങനെ തുടങ്ങിയതാണ് കലാരംഗം 3ാം ക്ലാസ്സിൽ നിന്ന് കേട്ടാ. അങ്ങോട്ട് പോ. ഗുഡ്. ചെറിയ മത്സരമാണ്, നിങ്ങൾക്ക് അറിയുന്ന മത്സരമാണ് ഇത്. 2 ടീമിന് വേണ്ടിയിട്ടാണ്. കയ്യടി കൊടുക്കാം വേണമെങ്കിൽ ഇവർക്ക് 4 ആൾ. നിങ്ങൾ കയ്യടി കൊടുക്കാം. ഓക്കെ. ഈ 2 ടീമിൽ നിന്ന് അറ്റത്തു നിന്ന് ഓടിപ്പോയിട്ട് അരക്ക് കെട്ടി അവിടെ തന്നെ ഇടണം. ഓടി വന്ന് കൈ കൊടുക്കണം. ഓക്കെ. കളിയിൽ അല്പം കാര്യം പറഞ്ഞുതരാം. ആർക്ക് മനസ്സിലായി? മോക്ക് മനസ്സിലായ? ഞാൻ ഈ അറ്റത്തുണ്ടെന്ന് വിചാരിച്ചോ? മോളെ നീ അറ്റത്തുണ്ട്, പോ. ഇതാ നോക്ക്, ഇത് നമ്മളെ ടീമാ. ഭയങ്കര സ്പിരിറ്റ് നിങ്ങളുടെ ടീമാ. യെസ്. ആ ടീം ജയിക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. നമ്മളെ ടീം എന്നാ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. റെഡി, 1 2 3 സ്റ്റാർട്ട്. ഓടിവാ, നീ ഓടിവാ. എന്നിട്ടാ വേഗം. അപ്പൊ കൈയടിച്ചോ. വേഗം കെട്ടണം, നേരെ കെട്ടണം, മുറുക്കണം. ഒരാൾ വെക്ക്. അതിന്റെ അടുത്ത ആൾ ഓടിപ്പോയി, കൈ കൊടുത്തു, ഓടിപ്പോയി. ഓക്കെ, മനസ്സിലായ? യെസ്. വാ, നേരെ കെട്ടണം. ഫൗള് കളിച്ചൂടാ. റെഡി, 1. അടുത്താള് ഇവൻ അല്ലേ? റെഡി, 1 2 3 സ്റ്റാർട്ട്. കൈയടിച്ചെല്ലാരും എഴുന്നേറ്റ്. Up. വേഗം. അടവക്ക്. വേഗം. കളിക്ക്. കൈയടിക്ക്. up. വേഗം. യെസ്. 8 പേര് നേരെ നിന്ന്, 8 പേര് അതേപോലെ നിന്ന്. കളി മനസ്സിലായ? ഇനി ഫൈനൽ മത്സരത്തില് വലിയ കുട്ടികൾ വന്നിട്ട് ജോയിൻ ചെയ്യാം. ചെറിയ കുട്ടികളെ തൽക്കാലം കൈയടിക്കാൻ മാറ്റുക.
വലിയ കുട്ടികൾ വന്ന് ജോയിൻ ചെയ്യാം. ഗുഡ് ഗുഡ് ഗുഡ്. എട്ടാളായ ഇവിടെ എട്ടാളായ സൂപ്പർ. ഈ അറ്റത്ത് വാ. എട്ടാളായി. എട്ടാളായി. ഈ അറ്റത്ത് വാ. ഈ അറ്റത്ത് 4 8. യെസ്. ആരുടെ ടീമിന്റെ പേര്? ടീമിന്റെ പേര് നിങ്ങളെ പേര്? ഡോഗ് ആൻഡ് ടൈഗർ. നിങ്ങളെ പേര്? ഡോഗ് ആൻഡ് ലയൺ. നിങ്ങളെ പേര്? ടൈഗർ ആൻഡ് ജിറാഫ്. വെരി ഗുഡ്. ആര് ജയിക്കും? ഓക്കെ. ടൈഗർ ആൻഡ് ജിറാഫ്. പിന്നെ നിങ്ങളത്? ഡോഗ് ആൻഡ് ലയൺ. എന്താ ഒരു ഉഷാറില്ലാതെ? ഡോഗ് ആൻഡ് ലയൺ. നോക്കാം 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 നോക്കാം. വിടൂല വിടൂല. പിന്നെ ഇതിൽ നേരെ കളിക്കണം. അരക്ക് കെട്ടണം. ഊരിയെടുത്ത് അവിടെ തന്നെ ഇടണം. ഓടി പോയി കൈ കൊടുക്കണം. അപ്പോഴേ ഓടാൻ വരാൻ പാടില്ല. കൈ കൊടുക്കുന്നില്ല നിങ്ങൾ. മനസ്സിലായ? റെഡി? 1 2 3 സ്റ്റാർട്ട്. കയ്യടി കയ്യടി. ആരാ ജയിച്ചേ? രണ്ടിലും കഴിച്ചാ 100 മാർക്ക്. മത്സരിച്ച് നിങ്ങൾക്ക് 50 മാർക്ക്. ഓക്കെ റെഡി? യെസ്. 5 സെക്കൻഡ് കൊണ്ട് ഞാൻ സീറ്റിലിരിക്കുന്നു. അത് എടുത്താ 5 സെക്കൻഡ്. 1 സീറ്റിലിരിക്കുന്നു. 1 2 3 4 and 5. ഹലോ. ഇനി അടുത്ത 5 സെക്കൻഡ് കൊണ്ട് നേരത്തെ ഇരുന്ന പോലെ 4 ഫാമിലി ആയിട്ട് വളരെ സൗഹൃദത്തിൽ കുറച്ചും കൂടി അടുത്ത വട്ടത്തിൽ ഇരിക്കുന്നു. 1 2 3 4 and 5. വെരി ഗുഡ് വെരി ഗുഡ്. സൂപ്പർ. ആദ്യം ഇരുന്ന ടീമാണ്. നല്ല മക്കൾ. 50 പോയിന്റ്. സൂപ്പർ. അവര് ഫസ്റ്റ്. ഓക്കെ ഓക്കെ. ഹലോ ശ്രദ്ധിക്കേ. ഞാൻ എന്തിനാണ് 5 സെക്കൻഡ് കൊണ്ട് ഇരിക്കാൻ 10 സെക്കൻഡ് കൊണ്ട് ഇരിക്കാൻ പറയുന്നത്? എന്തിനാണ്? ഫാമിലി അല്ലേ? ശരിയാണ്. എന്തിനാണ് പറയുന്നത്? 5 സെക്കൻഡ് കൂടി ഇരിക്കാൻ പറയുന്നു. നിങ്ങൾ ഇരിക്കുന്നു. എന്തിനാ? കളിക്കാനല്ല, ഒത്തുകൂടാനല്ല. എന്താണ് അതിൽ നിന്ന് കിട്ടിയ മെസ്സേജ്? പഞ്ച്വാലിറ്റി. ഗുഡ്. പ്ലാൻ ചെയ്യാൻ. ഓക്കെ. പഞ്ച്വാലിറ്റി. എന്താ? ആരാ പറഞ്ഞേ? ഓക്കെ ശരി. ഡിസിപ്ലിൻ ഒരു ഡിസിപ്ലിന്റെ ഭാഗമല്ലേ കൃത്യസമയത്ത് എത്തുന്നത്? പിന്നെയോ പഞ്ച്വാലിറ്റി, ഡിസിപ്ലിൻ. പിന്നെ നിങ്ങൾ എന്തിനാ 5 സെക്കൻഡ് കൊണ്ട് ഇരിക്കാൻ പറഞ്ഞത്? ക്ഷമ. ശരിയാണ്. പിന്നെ ടൈം മാനേജ്മെന്റ്. വാ ഗ്രേറ്റ്. സൂപ്പർ.
യുവതാര ക്ലബ്ബുമായി ബന്ധപ്പെട്ട ഒരു കുട്ടി പോലും സ്കൂളിലെത്താൻ വൈകുക, വീട്ടിലെത്താൻ വൈകുക? നോ. നല്ല ക്ലബ്ബ് പ്രവർത്തകർ എപ്പോഴും കൃത്യനിഷ്ഠത പാലിക്കും, പഞ്ച്വാലിറ്റി ഉണ്ടാവും, സമയബന്ധിതമായി ചെയ്യും, പഠനത്തിൽ കൃത്യസമയത പാലിക്കും. ഇല്ലേ? പാലിക്കൂലേ? നിങ്ങൾ ഇപ്പൊ ചെയ്യേണ്ട കാര്യം ഇപ്പൊ ചെയ്യണ്ടേ? നാളെ വെച്ചാൽ അപകടമല്ലേ? അല്ലേ? ഇത് നോക്ക്, ഇത്ര പേരും ഈ നിമിഷം മുതൽ ചിന്തിക്കുന്നു, ഞാൻ ഒരിക്കലും ടൈം വേസ്റ്റ് ആക്കുന്നില്ല, ഈ നിമിഷം മുതൽ ഞാൻ നന്നായിട്ട് പഠിക്കുന്നു, ഞാൻ കിട്ടിയ പരിപാടിക്കല്ലേ പോകുന്നത് ഞാൻ കുറക്കുന്നു, ആവശ്യത്തിന് മാത്രം ഇടപെടുന്നു, നല്ല പരിപാടിക്കല്ലേ പോകുന്നു, പോയാൽ തന്നെ വേഗം വീട്ടിലെത്തുന്നു, പുതിയ പുതിയ അറിവ് നേടുന്നു, പുസ്തകങ്ങൾ വായിക്കുന്നു, ഒരുപാട് ഗ്രന്ഥാലയങ്ങളിൽ പോകുന്നു, ഡെയിലി പത്രം വായിക്കുന്നു. ഡെയിലി പത്രം വായിച്ചില്ലെങ്കിൽ മക്കളെ ഞാൻ ഇപ്പൊ തുറന്നു പറയാ, നിങ്ങൾക്ക് ഭാവിയിൽ സർക്കാർ ജോലി കിട്ടാൻ ഭയങ്കരമായിട്ട് പ്രയാസം വരും, എൻട്രൻസ് എഴുതുമ്പോൾ ബുദ്ധിമുട്ടാവും. ഡെയിലി പത്രം വായിക്കണം, ഏത് പത്രമായാലും ശരി നന്നായിട്ട് വായിക്കണം, അത് ഒന്നിലധികം പത്രം വായിച്ചാൽ നല്ലത്. ഹലോ, ഇപ്പൊ തീരുമാനിക്കണം, ഞാൻ ഡെയിലി പത്രം വായിക്കുന്ന ആളായിരിക്കും, ഒരാഴ്ചയിൽ ഒരു പുസ്തകമെങ്കിലും വായിച്ചു തീർക്കും. നമുക്കിവിടെ ഗ്രന്ഥാലയം ഉണ്ടാ? പിന്നെന്ത്? യെസ്, ഒരു ആഴ്ചയിൽ ഒരു പുസ്തകം ഞാൻ വായിച്ചു തീർക്കും, എന്നിട്ട് ഞാൻ അവിടെ പ്രസംഗം നടത്തും, എന്നിട്ട് നിങ്ങൾ ഇരുന്നു കൊണ്ട് ഗ്രന്ഥാലയത്തിൽ ഇരുന്ന് ചർച്ച വിഷയം സംവാദം നടത്തും, ഡിബേറ്റ് നടത്തും. നിങ്ങൾ തന്നെ ലീഡർഷിപ്പ് ആക്കുക, നിങ്ങൾ തന്നെ വീട്ടിലേക്ക് വരിക, ആഴ്ച തോറും നിങ്ങൾ ക്ലബിലേക്ക് വരിക കൂട്ടത്തോടെ, എന്നിട്ട് ഓരോ പുസ്തകത്തെ കുറിച്ച് ചർച്ച ചെയ്യുക. റെഡി? മനസ്സിലായ? അല്ലെ പുസ്തകത്തെ വീട്ടിൽ കൊണ്ടുപോവുക. ഇവിടുത്തെ റൂൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. വീട്ടിൽ നിന്ന് വായിച്ചു തീർക്കുക, വേഗം വായിച്ചു തീർക്കുക, അടുത്ത പുസ്തകം എടുക്കുക. നിങ്ങളൊരു 5 കൊല്ലം കൊണ്ട് ഒരുപാട് പുസ്തകങ്ങൾ വായിച്ച് നേടി, അറിവ് നേടി അത്ഭുതം ഉണ്ടാക്കണം. നിങ്ങൾക്ക് എത്ര നേട്ടങ്ങൾ ഉണ്ടാവും അറിയോ? മനസ്സിലായ? ടൈം ഒട്ടും വേസ്റ്റ് ആക്കരുത്. ടൈം വേസ്റ്റ് ആക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച ലക്ഷ്യം എന്താണോ അത് സഫലമാവും, ഉറപ്പ്. വെറുതെ ഞങ്ങൾക്ക് ആ ലക്ഷ്യമുണ്ട്, ഡോക്ടറാണ്, എഞ്ചിനീയർ ആണ്, പട്ടാളക്കാരനാവും എന്ന് പറയുന്നതിൽ ഒരർത്ഥമില്ല. അത് തൻ്റെ ഡ്രീം മാത്രമാണ്. തൻ്റെ ലക്ഷ്യമാക്കി മാറ്റണമെങ്കിൽ, പ്രാവർത്തിയാക്കണമെങ്കിൽ അതിൽ ഇറങ്ങി കളിക്കണം. പഠിക്കാൻ ശ്രമിക്കണം. ഇപ്പോഴേ തുടങ്ങണം, ഈ നിമിഷം തുടങ്ങണം. അറിയൂ? റെഡി? പോരാ? അങ്ങനെയാണെങ്കിൽ ഈ നിമിഷം മുതൽ നമ്മുടെ ലക്ഷ്യം, നമ്മുടെ ഗോൾ നേടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം, അല്ലേ? ജോലിയെല്ലാം നേടി വലുതല്ലായിട്ട് നമ്മൾ ക്ലബിനെ മറക്കുക, അച്ഛനമ്മനെ മറക്കുക, ഗുരുക്കന്മാരെ മറക്കുക, മറന്നോളാം. അഹങ്കാരികളാവുക. എൻ്റെ കുറെ ഫ്രണ്ട് സർക്കിളിൽ കുറച്ച് ആളെല്ലാം ഉണ്ട്, അഹങ്കാരികളായി പോയി, കണ്ടാൻ പറ്റുന്നേയില്ല. അജിത്ത എവിടെ, ഏത് അജിത്ത് എന്നെല്ലാം ചോദിക്കാൻ തുടങ്ങി. വിഷമാവൂലേ നമുക്ക്? പണമാകുമ്പോൾ അഹങ്കരിക്കുന്നവരില്ലേ? വലിയ പദവി കിട്ടുമ്പോൾ അഹങ്കരിക്കുന്നവരില്ലേ? വലിയ റാങ്ക് കിട്ടുമ്പോൾ അഹങ്കരിക്കുന്നവരില്ലേ? രാഷ്ട്രീയത്തിൽ വളർന്ന് വലിയ ആളായിട്ടാകുമ്പോൾ അഹങ്കരിക്കുന്നവരില്ലേ? പ്രജകളെ മറക്കുന്നവരില്ലേ? ഇല്ലേ? ആളുണ്ട്. ആടെ പോയിട്ട് തോവേണ്ട അവസ്ഥ വരുന്നു. കറ്റല്ലേ? ഇലക്ഷൻ കയ്യോളം നമ്മളെ തോവും, അല്ലേ? മനസ്സിലായ? അർത്ഥം മനസ്സിലായ? നമ്മളിപ്പോൾ സാധാരണക്കാരൻ മനസ്സാവണം, ഈ ഗ്രാമത്തിന്റെ മനസ്സാവണം, അംബാപുരത്തിന്റെ മനസ്സാവണം, നാട്ടറിവുണ്ടാവണം, ഗ്രാമത്തിന്റെ അക അറിയണം. നാടകം എന്ന വാക്കിന്റെ അർത്ഥം പോലെ നാടിന്റെ അക അറിയണം, ഇവരുടെ എല്ലാം മനസ്സറിയണം. ഇവരിത്ര സമയം ചെലവിച്ചിട്ട് ഇരുന്നില്ലേ? എല്ലാ ക്ലബ്ബാറും ഇരിക്കുക, ഭ്രാന്തേറി, അല്ലേ? ഞങ്ങൾക്കല്ലോ ആ ക്ലബ്ബിൽ ഒരു ഇരിക്കാൻ. എന്തിനിരുന്നത് ഇവരിത്ര സമയം ഇടാം? എന്തിന്? അവരും പഠിക്കാൻ. ശരി, അവർക്ക് എൻ്റെ നിന്ന് പഠിക്കാനൊന്നുമില്ല, അവരെല്ലാവരും അനുഭവസ്ഥരാണ്. എന്തിനായിരുന്നേ? നിങ്ങൾക്ക് വേണ്ടിട്ട്. യെസ്, കൈയ്യടിക്കടാ. നിങ്ങൾക്ക് വേണ്ടി മാത്രം, നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഏട്ടന്മാരെല്ലാം ഇരുന്നല്ലേ? നിങ്ങളുടെ പ്രകടനം എല്ലാം ക്യാമറയിൽ പകർത്തുന്നുണ്ട്, ഇല്ലേ? നോക്കാൻ വേണ്ടി ഈ കുട്ടികളെല്ലാം നാളെ എങ്ങനെ ഇന്ന് റെക്കോർഡാക്കിയതാണ്. നാളെ നല്ലതിൽ പെരുമാറുമോ, ഇവരെ കുറിച്ച് മോശം സ്വഭാവം വരുമോ, 16-ാം വയസ്സിൽ ബൈക്ക് എടുത്ത് ഓട്ടുവാ? ഔട്ടിരുവാ? നെവർ. നീ ഫുട്ബോൾ താരോ? അറിയില്ലേ മോനെ? +2 കുട്ടികൾക്ക് അറിയില്ലേ നിയമങ്ങൾ? അറിയില്ലേ? 18 വയസ്സിൽ താഴെ ഒരു ബൈക്ക് ഓട്ടി പോലീസ് പിടിച്ചാൽ എന്താവും? പറ, എന്താവൂടാ? നീ പറഞ്ഞ മോൻ പറഞ്ഞ മോനെ. അച്ഛനമ്മന്റെ ഓടിക്കാൻ പോയാൽ അച്ഛനമ്മന്റെ പേരില് വണ്ടി ആരുടെയാണോ RC ഓണറുടെ പേരിൽ കേസാവും. ഉറപ്പല്ലേ? ഒന്നാമത്തെ സ്റ്റെപ്പ്. ഞാൻ 2 മാസം മുമ്പ് അനുഭവിച്ചതാണ്. ഒരു കുട്ടിക്ക് വേണ്ടി സ്റ്റേഷനിൽ പോയി ഇറങ്ങി ഒരുപാട് വിഷമം അനുഭവിച്ച ഒരാളാണ്. ഭയങ്കര പ്രശ്നമായി. നമുക്ക് ചെയ്തൂടാ. പക്ഷെ ആ കരച്ചിൽ കാണുമ്പോൾ, അമ്മയുടെ കരച്ചിൽ കാണുമ്പോൾ നമുക്ക് സഹായിക്കാൻ തോന്നൂലേ? ദാരിദ്ര്യം പിടിച്ച വീട്. ദാരിദ്ര്യം ഉണ്ടോ ഇല്ല എന്നല്ല വിഷയം. ഒരമ്മേനെ അച്ഛനെ സ്റ്റേഷനിൽ കയറ്റുന്നത് ശരിയാ മക്കള്? ആലോചിച്ചോക്കെ. വണ്ടി പിടിച്ചാൽ
എസ് ഐക്ക് ദേഷ്യം വന്നാൽ നിങ്ങളുടെ പേരിൽ അച്ഛൻ്റെ അമ്മേന്റെ പേരിൽ ആരാണ് ആർച്ച് ഓണർ അവരുടെ പേരിൽ കേസ് എടുക്കും. ഫൈൻ എത്ര? 25,000. ഞാൻ എത്ര വലിയ പണക്കാരനാകട്ടെ, എത്ര പാവപ്പെട്ടവനാകട്ടെ, 25,000 ചെറുതാ അല്ലല്ലോ. ഇനി അത് കഴിഞ്ഞിട്ട് കേസായി കഴിഞ്ഞാൽ എന്താവും? പറ. അച്ഛൻ്റെ അമ്മേന്റെ ഒരാളെ പേരിൽ കേസാവും. കേസായി എന്താവും? ഇൻഷുറൻസ് പോട്ടെ, വക്കീല ആദ്യം 24 മണിക്കൂർ അമ്മേനാൽ അച്ഛനെ ജയിലിലിടും. സൈക്കോ നിങ്ങൾക്കത്? ഏത് നിമിഷം വരുമെന്ന് പറയാൻ പറ്റില്ല അപകടം. ചിലപ്പോൾ നമ്മളെ തോട്ടിലേ കൂടിയിട്ട് പോയിട്ട് വണ്ടി ഇങ്ങനെ മെയിൻ റോഡിലേക്ക് ഇറക്കുമ്പോൾ കൈക്ക് പോലീസ് ചെയ്യുന്നേ. കഷ്ടകാലം തല പറയല്ലേ, പിടിച്ചു കൊണ്ടുപോകും. ഏനെ വണ്ടി ഓട്ടിയതിന്റെ പേരിൽ എന്താവും? വണ്ടി ഓട്ടിയതിന്റെ പേരിൽ മൈനർ കേസാവാടാ, ദുർഗുണപാഠം അല്ലേ? അയാളെ പേരിൽ ഇത്ര ഏജ് വരെ ലൈസൻസ് തരൂല. കഷ്ടായ 18, 19 വരെ കാത്തു നിൽക്കുന്ന നമ്മളെ പേരിൽ കേസായി. ഏനി RC ഓണറുടെ പേരിലെ വണ്ടി ക്യാൻസൽഡ് ആവും. ആവുക ദുരന്തം എങ്ങനെ വരുന്നേ പറയാന്ന്. യെസ്, പെൺകുട്ടികൾ മനസ്സിലാക്കുന്നുണ്ടാ? ആരാരും ശ്രദ്ധിക്കണം. വണ്ടി പഠിച്ചോ, ടെക്നോളജി എല്ലാം പഠിച്ചോ. മൊബൈൽ നിങ്ങൾ പഠിച്ചോ, ടെക്നോളജി എല്ലാം പഠിക്കണം. മൊബൈൽ നന്നായിട്ട് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് മുമ്പോട്ട് വാങ്ങിയ. മൊബൈലാണ് വരുമാനമല്ലോ ഇപ്പോ അല്ലേ? IT ലോകത്ത് പഠിക്കുന്ന കുട്ടികളെ അതിലല്ലേ കളിക്കുന്നേ, കമ്പ്യൂട്ടറിലല്ലേ കളിക്കുന്നേ? യെസ്. പക്ഷെ നിങ്ങൾ മൊബൈല് അച്ഛനും അമ്മയും കാണാതെ ഉപയോഗിക്കുന്നതിന് ഗെയിം കളിക്കാൻ. കച്ചല്ലേ? തെറ്റല്ലേ? അനാവശ്യമായിട്ട് ഗെയിം കളിച്ച ഭ്രാന്താവൂലേ? ഭ്രാന്ത് മാത്രോ? കാസർഗോഡ് അണങ്കൂറിൽ എന്തായാലും സംഭവിച്ചു അറിയോ? ഒരു കുട്ടി 17 ലക്ഷം കടം. ലാസ്റ്റ് അറിഞ്ഞത് അമ്മ അച്ഛനും ഗെയിം കളിച്ചത്. കളിക്കാൻ പോവാ, അപകടത്തിൽപ്പെടും. ഏതോ ആളാണ് നമ്മളോട് കളിക്കുന്നേ, നമുക്കറിയില്ല. നമുക്ക് കടായി വരും, നമുക്ക് ആവേശം വരും, നമ്മ തെറ്റായ വഴിയിൽ പോവും, നമ്മളെ പഠനത്തിന്റെ ശക്തി കുറയും, പഠിക്കാൻ താല്പര്യം കുറയും, ഭ്രാന്താവും. ഏതോ ചങ്ങായിമാരൊക്കെ കറങ്ങാൻ പോവും, അറിയാതെ തെറ്റായ ലഹരി ഉപയോഗിക്കാൻ തുടങ്ങും, അറിയാതെ പെട്ടുപോകും. ഹലോ,